من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال نبيكم صلى الله عليه وسلم إن الدنيا حلوة خضرة وإن الله مستخلفكم فيها فناظر ماذا تعملون فاتقوا الدنيا واتقوا النساء فإن أول فتنة بني إسرائيل كانت في النساء صدق شفيعنا رسول الله صلى الله عليه وسلم أتعمى عن الدنيا وأنت بصير وتجهل ما فيها وأنت خبير وتصبح تبنيها كأنك خالد وأنت غدا عما بنيت تسير وترفع في الدنيا بناء مفاخري ومثواك بيت في القبور صغير ودونكه فاصنع كما أنت صانع فإن بيوت الميتين قبور يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സമാദരണീയരായ നമ്മുടെ ഈ സദസ്സിൽ എല്ലാ ഖൈറുകൾക്കും നേതൃത്വം നൽകുന്ന കഴിഞ്ഞ കാലങ്ങളിൽ കൽത്തറ ഉസ്താദുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പുത്രൻ ആദരണീയരായ സയ്യിദ് എംപിച്ചിക്കോയ തങ്ങൾ, അവരുടെ മകൻ നമ്മുടെ സദസ്സിന് ആശംസകൾ ബഹുമാനങ്ങൾ അറിയിച്ച സയ്യിദ് അവർകൾ, നമ്മുടെ ഈ വലിയ സംരംഭം നമ്മുടെ ഈ ജില്ലയിലും പരിസരങ്ങളിലുമൊക്കെ ദീനിൻ്റെ ഖിദ്മകൾക്ക് വർഷങ്ങളോളമായി ഉജ്ജ്വലമായ നേതൃത്വം നൽകുന്ന വന്യരായ കൽത്തർ ഉസ്താദ് അവർകൾ, മറ്റു ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മുത്തഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്. പഴയകാലത്തെ ഒരു പ്രൗഢിയാണ് കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന
മതപ്രഭാഷണ പരമ്പര എന്നത്. നമ്മുടെ നാടുകളിലൊക്കെ ഇസ്ലാമിക ചൈതന്യം നിലനിർത്തുന്നതിന് മുഖ്യമായ പങ്ക് വഹിച്ച ഒന്നാണ് സാദാത്തുക്കളുടെയും ഉലമാഇൻ്റെയും നേതൃത്വത്തിലുള്ള വിജ്ഞാന സദസ്സുകൾ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ സദസ്സിൽ നിന്ന് ധാരാളം ഇൽമുകൾ ശേഖരിച്ച് സ്വീകരിച്ച് നേരത്തെ ഉള്ളതിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതം സംസ്കരിച്ചെടുക്കുന്ന, അതിനേറ്റവും വലിയ കാരണമായി നമ്മുടെ നാടുകളിൽ വർത്തിച്ച ഒരു പ്രധാനപ്പെട്ട സംരംഭമാണ് മതപ്രഭാഷണ പരമ്പര. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ബൃഹത്തായ സംഗമം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ഉലമാക്കൾ നമ്മുടെ ഈ മജ്ലിസിനെ അഭിമുഖീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. അവരുടെ എല്ലാവരുടെയും ആ ഭാഷണങ്ങളും ഇവിടെ സംഗമിച്ചതും നമുക്കും നമ്മുടെ സമൂഹത്തിനും പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപന സംരംഭങ്ങൾക്കും വലിയ ബറക്കത്തായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൽമിൻ്റെ മജ്ലിസിൽ നിന്ന് ലഭിക്കുന്ന ചെറുതും വലുതുമായ ജ്ഞാനങ്ങൾ നല്ല നീയത്തോടുകൂടെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും വലിയ ഖൈർ അല്ലാഹു തആല നൽകും. കാരണം പ്രതിജ്ഞയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല സദസ്സ് വിജ്ഞാന സദസ്സാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ സ്വഹാബത്ത് വന്ന് ഓരോ കാര്യങ്ങളിലും പ്രതിജ്ഞ ചെയ്യുന്നത് കൂടുതലും അവിടുത്തെ വിജ്ഞാന സദസ്സുകളിലാണ്. സുബ്ഹിൻ്റെ നേരം കൂടുതൽ ദൈർഘ്യമുള്ള വിജ്ഞാന സദസ്സ് നടക്കും മദീന പള്ളിയിൽ. ഏറ്റവും കൂടുതൽ ജുമുഅ കഴിഞ്ഞാൽ സ്വഹാബത്ത് സംബന്ധിക്കുന്ന ജമാഅത്താണ് സുബ്ഹിയുടെ ജമാഅത്ത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിലേക്ക് മുഖം തിരിച്ചിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓരോ ഹർഫും ആ സന്ദർഭത്തിൽ തന്നെ ഹിഫ്ളാക്കി നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ തങ്ങളുടെ മുന്നിൽ വെച്ച് ബൈഅത്ത് ചെയ്യും. ഇനി അങ്ങനെ ജീവിക്കുകയുള്ളൂ, അതിൽ നിന്നൊരിക്കലും മാറി ചിന്തിക്കുകയില്ല. എത്ര പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും അടിയുറച്ചു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അവർ വസിയ്യത്ത് ചെയ്യും, ബൈഅത്ത് ചെയ്യും. ആ ബൈഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന രീതിയിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ സദസ്സിൽ നിന്ന് ബൈഅത്ത് നൽകിയ ആ ഉറപ്പ് പാലിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കും. ആ കൂട്ടത്തിൽ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഖൈസ് ബിൻ ഹർഷ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്ന് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഉബായിഉക അലാ മാ ജാഅക മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് തങ്ങൾ കൊണ്ടുവന്ന സന്ദേശങ്ങളൊക്കെ സ്വീകരിക്കുമെന്ന് ഞാൻ ഉടമ്പടി ചെയ്യുന്നു. വഅലാ അല്ലാ അഖൂല ഇല്ലാ ബിൽ ഹഖ്, സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല എന്നും ഞാൻ ബൈഅത്ത് ചെയ്യുന്നു. അപ്പം ആ സദസ്സിൽ വെച്ച് തങ്ങൾ ചോദിച്ചു, ഖൈസേ, ബൈഅത്തൊക്കെ നല്ല ബൈഅത്താണ്, അർത്ഥവത്തായ ബൈഅത്താണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ ജീവിക്കുമ്പോൾ സത്യത്തിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാലോ, ഒരു നല്ല ഒരു പക്ഷം ആളുകൾ അസത്യത്തിൻ്റെ മാർഗത്തിലും നിങ്ങൾ മാത്രം സത്യത്തിൻ്റെ നിലപാടിലും അടിയുറച്ച് നിൽക്കുന്നൊരു സന്ദർഭം വന്നാൽ എങ്ങനെയുണ്ടാകും?
കാലങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഒരുപക്ഷെ ഖുലഫായിൻ്റെ ഭരണങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രതിസന്ധികൾ നിറഞ്ഞ ഭരണം വരുമ്പോൾ അപ്പോഴും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുമോ? ഖൈസ് ഇബ്നു ഹർഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ഉബായിഉക അലാ ശൈഇൻ ഇല്ലാ വഫൈതു ബിഹി. എന്ത് ഞാൻ തങ്ങളോട് ഉടമ്പടി ചെയ്യുന്നോ പരിപൂർണമായി ഞാനത് പൂർത്തീകരിക്കും. എത്ര പ്രതിസന്ധി വന്നാലും ഞാനതിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല. അവിടുത്തെ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ വെച്ച് നടത്തിയ ഒരു ബൈഅത്താണത്. തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇൽമു മനസ്സിലങ്ങനെ സ്വീകരിച്ച് ആ സ്വീകരിക്കുന്ന ഇൽമിൽ തങ്ങളോട് കൈനീട്ടി ബൈഅത്ത് ചെയ്യുന്ന സ്വഹാബിമാർ പിന്നീട് എത്ര പ്രതിസന്ധി വന്നാലും ഈ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാതെ അടിയുറച്ചു നിൽക്കും. അവർക്ക് പിറകോട്ട് പോകാൻ പലരും വന്നവരെ പ്രേരിപ്പിച്ചാലും മാറണമെന്ന് പല രൂപത്തിലും ചിന്തിപ്പിച്ചാലും മാറാതെ അടിയുറച്ചു നിൽക്കും. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈസേ, ഞാൻ പറഞ്ഞ നിങ്ങൾ എന്നോട് ചെയ്ത ബൈഅത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ ഇദല്ലാ യദുറുക ബശറുൻ, ഒരു മനുഷ്യനും നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആര് തന്നെ തുനിഞ്ഞു വന്നാലും അവർക്കതിന് സാധ്യമാവുകയില്ല. എന്നോട് നിങ്ങൾ പറഞ്ഞ ബൈഅത്ത് എത്ര തീക്ഷണമായ അവസ്ഥ വന്നാലും സത്യം മാത്രമേ പറയുകയുള്ളൂ. തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ സ്വീകരിച്ചു. ഈ 2 ബൈഅത്തും നിങ്ങൾ പറഞ്ഞില്ലേ, ആ വാക്കിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യൻ നിങ്ങളെ ആക്രമിക്കാനും വധിക്കാൻ വേണ്ടി വന്നാലും നിങ്ങൾക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല. പിൽക്കാലത്ത് സഹോദരങ്ങളെ, ഖൈസ് ഇബ്നു ഹർഷ റളിയല്ലാഹു അൻഹു സിയാദിനെയും സിയാദിൻ്റെ മകനെയും അവരെ ഭരണത്തിലുണ്ടായിരുന്ന അനീതിയുടെ പേരിൽ ആക്ഷേപിക്കാറുണ്ട്. സിയാദിൻ്റെ മകൻ ഉബൈദുല്ലാഹി ബിൻ സിയാദ് ധർമ്മപക്ഷത്തുള്ള പലരെയും ആക്രമിച്ചിരുന്നൊരു ഭരണാധികാരിയാണ്. സിയാദിനെയും മകനെയും ഇങ്ങനെ ശർഇന് എതിരായ കാര്യങ്ങൾ ചെയ്തപ്പോൾ, ജനങ്ങൾക്ക് അനീതിപരമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഖൈസ് ഇബ്നു ഹർഷ റളിയല്ലാഹു അൻഹു വിമർശിച്ചു. കാരണം അവരെ വിമർശിക്കുന്നത് സത്യത്തിൻ്റെ നിലപാടാണ്. ഭരണാധികാരികൾ സത്യമാർഗത്തിലാണ് അടിയുറച്ചു നിൽക്കേണ്ടത്. അക്രമത്തിനവർ നേതൃത്വം കൊടുക്കാൻ പാടില്ല. പരിശുദ്ധമായ ശരീഅത്ത് അനുശാസിക്കുന്ന പ്രവർത്തനങ്ങളോട് എതിര് നിൽക്കാൻ പാടില്ല. സിയാദും മകനും അങ്ങനെ എതിർ നിന്നപ്പോൾ ഖൈസ് ഇബ്നു ഹർഷ റളിയല്ലാഹു അൻഹു അവരെ ആക്ഷേപിച്ചു, അവരെ എതിർത്തു. ഈ വിവരം ഭരണാധികാരിയായ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിന് കിട്ടി. ആരോ പോയി പറഞ്ഞു കൊടുത്തു, നിങ്ങളെ എതിർക്കുന്ന ഒരു സ്വഹാബിയുണ്ട്, ഖൈസ് റളിയല്ലാഹു അൻഹു എന്നാണ് പേര്. ഭരണാധികാരി പറഞ്ഞു, ഖൈസിനെ ഇവിടെ ഹാജരാക്കണം. ഖൈസ് റളിയല്ലാഹു അൻഹു മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്, അൻതല്ലദീ തഫ്തരി അലല്ലാഹി വറസൂലിഹി, നീയാണോ അള്ളാഹുവിൻ്റെ മേലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലും വ്യാജമായ വാർത്തകൾ പറയുന്നത് നീയാണോ? ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, ഒരിക്കലുമില്ല. ഞാൻ അള്ളാഹുവിൻ്റെ മേലിൽ ഒരു വ്യാജവും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഞാനൊരു കളവും നിർമ്മിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അതാരാണ് പറഞ്ഞത് എന്ന് നിങ്ങളെന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറഞ്ഞ് നല്ല ധർമ്മബോധത്തോടെ നടക്കുന്ന പാവപ്പെട്ട സ്വഹാബത്തിനെ ആക്രമിക്കാൻ വേണ്ടി ആയത്ത് ഓതിയത് ആരാണെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഭരണത്തിനെതിരെ തിരിയുന്ന ആളുകളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആയത്തോതിയിട്ട് നീതിക്ക് വേണ്ടി ശബ്ദിച്ച ആളുകളെ കൈകാര്യം ചെയ്തത് ആരാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനങ്ങ് പറഞ്ഞു തരും. നല്ല ധൈര്യത്തോടെയാണ് ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് ഖൈസ് ഇബ്നു ഹർഷ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ധൈര്യം അന്നത്തെ ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇൽമു സ്വീകരിച്ച് തങ്ങളോട് ബൈഅത്ത് ചെയ്ത് ആ ഇൽമിനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആ ബൈഅത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്.
ഭരണാധികാരി പറഞ്ഞു, നീ പറയൂ, ആരാണ് അള്ളാഹുവിൻ്റെ മേലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേലും വ്യാജം നിർമ്മിച്ചു പറയുന്നത് ആരാണ്? ഉടനെ പറഞ്ഞു, മൻ തറക്കൽ അമല ബി കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി, അള്ളാഹുവിൻ്റെ കിതാബിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട പ്രവർത്തനം ഒഴിവാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കണം, പക്ഷേ അതും ഒഴിവാക്കി. കിതാബും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കേണ്ട പ്രവർത്തനം ഒഴിവാക്കി ജീവിക്കുന്നതാരാണോ അവരാണ് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും കളവ് പടച്ചുണ്ടാക്കുന്നവൻ. പിന്നെയും ചോദിച്ചു, അതാരാണെന്ന് വ്യക്തമായി പറയൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടും മനസ്സിലായില്ലേ എന്നാ തുറന്നു പറഞ്ഞു തരാം. അന്തവ അബൂക, ഉബൈദുള്ള, നിങ്ങളും നിങ്ങളെ വാപ്പയായ സിയാദും രണ്ട് ഭരണാധികാരികളുമാണ് ഖുർആനും സുന്നത്തും ഒഴിവാക്കി ഇവിടെ ഭരണം നടത്തിയത്. ധൈര്യത്തോടെ ഖൈസ് ഇബ്നു ഹർഷ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞു, വല്ലദീ ജഅലകുമാ ഉമറാ അലന്നാസ്, നിങ്ങളെ ഭരണാധികാരികളാക്കി നിശ്ചയിച്ചവരാരാണോ അവരുമാണ് ആ വിഷയത്തിൽ സഹകരിച്ചു പ്രവർത്തിച്ചത്. ഇതാണോ നീ പറയുന്നത്? നിന്നെ ഒരു മനുഷ്യനും ബുദ്ധിമുട്ടാക്കൂലെന്ന് നീ പറയുന്നുണ്ടോ? ശരിയാണ്, എന്നെ ഒരാളും ശല്യം ചെയ്യൂല. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ വെച്ച് ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് ബൈഅത്ത് ചെയ്തപ്പോൾ എന്നോട് തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഇദല്ലാ യദുറുക ബശറുൻ, സത്യം മാത്രം പറഞ്ഞ് അടിയുറച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല, നിങ്ങളെ പരിക്കേൽപ്പിക്കാൻ കഴിയൂല. നിങ്ങളെ വധിക്കാൻ വേണ്ടി വന്നാൽ വരെ അവന്റെ കൈകൊണ്ട് നിങ്ങൾ വധിക്കപ്പെടേണ്ട സാഹചര്യം വരൂല. നിങ്ങളങ്ങനെ വാദിക്കുന്നുണ്ടോ? ഞാൻ വാദിക്കല്ലത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞതാണ്. ആ സന്തോഷം അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. തങ്ങളെ പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും കാല ജീവിതത്തിൽ ഹക്ക് മാത്രമേ പറഞ്ഞിട്ടു. നിങ്ങളെ മുന്നിൽ വെച്ചും ഇപ്പൊ പറഞ്ഞത് ഹക്കാണ്. എന്ത് പറഞ്ഞത്? അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന, ദീനിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ സഹായിച്ചിട്ട് അവരെ കൂട്ടുപിടിച്ച് നല്ല മനുഷ്യന്മാരെ അടിച്ചമർത്തുന്ന പണി നിങ്ങളും നിങ്ങളുടെ ഉപ്പയായ സിയാദുമാണ് ഇവിടെ ചെയ്തത്. രണ്ടും ഭരണാധികാരികളല്ല. സധൈര്യം തുറന്നു പറഞ്ഞപ്പോ ഭരണാധികാരി പറഞ്ഞു, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറഞ്ഞു, എന്നാൽ എന്നോട് നീ പറഞ്ഞ കാര്യം നിന്നെ ഒരാളും ബുദ്ധിമുട്ടാക്കൂല എന്നല്ലേ നീ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അത് ശരിയല്ലെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞു. ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ അവർ കൊണ്ടുപോവുകയാണ്. കൊല്ലാൻ വേണ്ടി ഒരു മനുഷ്യൻ ഖൈസ് റളിയല്ലാഹുവിന്റെ മുന്നിൽ വരുമ്പോഴും മഹാനവർകൾ പറയുന്നു, നിന്നെ എനിക്ക് കൊല്ലാൻ കഴിയൂല. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ബൈഅത്ത് ചെയ്ത ബൈഅത്തിൽ അടിയുറച്ച് ഞാൻ നിന്നിട്ടുണ്ട്. ആ സമയത്ത് തങ്ങൾ എനിക്ക് തന്ന സന്തോഷമാണ്. എന്നോട് പറഞ്ഞ ബൈഅത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ ഒരൊറ്റ മനുഷ്യനും നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല. ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി നല്ല വാളും മൂർച്ച കൂട്ടിയിട്ട് പോകുന്ന ആള് വധിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്ന സമയത്ത് ഉറയിൽ നിന്ന് വാളങ്ങ് ഊരി നോക്കുന്ന സമയത്ത് ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തേക്ക് അങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നു. അനക്കി നോക്കുമ്പോൾ അനക്കമില്ല, ചലനമില്ല. അതിനു മുമ്പ് തന്നെ സന്തോഷത്തോടെ മരണപ്പെട്ടുപോയി. ആ അക്രമിക്ക് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആമുഖമായി ഞാനിത് ഓർമ്മപ്പെടുത്തിയത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിജ്ഞാന സദസ്സിൽ നിന്ന് കിട്ടിയ ഒരു വിവരം. ആ വിവരം സ്വീകരിച്ച് മനസ്സിലത് നന്നായി ഉറപ്പിച്ച് സൂക്ഷിച്ചപ്പോൾ ജീവിതാന്ത്യം വരെ അതിൻ്റെ പ്രകാശം നിലനിന്നു. പരിവർത്തനങ്ങൾക്ക് വിധേയപ്പെടാത്ത രൂപത്തിൽ നല്ല ഉറച്ച വിശ്വാസത്തോടെ തങ്ങൾ ആ പറഞ്ഞ ആ ഒരു സന്തോഷം സ്വീകരിച്ചുകൊണ്ടങ്ങ് വഫാത്തായി പോയി.
ഭരണാധികാരി കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ച ആൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല, ഭരണാധികാരിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ മഹാനവറുകൾ ഒരു ഭാഗത്തേക്ക് അങ്ങ് കടന്നു മരണപ്പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈപിടിച്ച് പറഞ്ഞ ബൈഅത്ത് അള്ളാഹുവിൽ നിന്ന് തങ്ങൾ കൊണ്ടുവന്നതെന്തോ അത് മുഴുവനും ഞാൻ സ്വീകരിക്കുന്നു, ഹഖല്ലാതെ ഒന്നും ഞാൻ പറയൂല. ആ തരത്തിൽ നമ്മുടെ മജ്ലിസും അല്ലാഹു വലിയ മാറ്റത്തിന് കാരണമാകുന്ന മജ്ലിസാക്കി കബൂലാക്കി തരട്ടെ. സഹോദരങ്ങളെ, ഓതിവെച്ച 2 ആയത്തുകളുടെ വിവക്ഷ മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ധാരാളമുണ്ട്. വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് നമ്മൾ ഓതുന്ന 2 ആയത്തുകളാണ്. പഠിക്കാൻ വലിയ പാഠങ്ങൾ നൽകുന്ന ആയത്തുകളാണ്. ഖുർആൻ പണ്ഡിതന്മാർ നന്നായത് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ സൗകര്യപരമായ ജീവിതം നമുക്ക് അല്ലാഹു തന്നത്? ഭൂമിയിലെ സർവമാന സംവിധാനങ്ങളും അല്ലാഹു വെച്ചു തന്നത് എന്തിനാണ്? അതിൻ്റെ ലക്ഷ്യമെന്താണ്? അതാണ് ആ 2 ആയത്തുകളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ദുനിയാവിൻ്റെ ലോകം സുഖിക്കാനുള്ള ലോകമല്ല, ആടിത്തിമിർക്കാനുള്ള ലോകമല്ല, ലഹരിക്ക് വേണ്ടി ജീവിക്കാനുള്ള ലോകമല്ല, മസ്താകാനുള്ള ലോകമല്ല. ദുനിയാവിൻ്റെ ലോകം നല്ലോണം ചിന്തിച്ച് ബുദ്ധിയോടെ പ്രവർത്തിച്ച് അധ്വാനിച്ച് ആഖിറത്തിലേക്കുള്ള വലിയ സമ്പാദ്യം മുതലാക്കിയെടുക്കാനുള്ള ലോകമാണ്. ഖുർആൻ പറയുന്നു, അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ. ഭൂമുഖത്തുള്ളത് മുഴുവനും ഭൂമിക്ക് വലിയ അലങ്കാരമായി നാം സൃഷ്ടിച്ചു, സംവിധാനിച്ചു. ഭൂമുഖത്ത് എന്തെല്ലാമുണ്ട്? നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ബസ്സിൽ കയറുമ്പോൾ കൊടുക്കുന്ന ക്യാഷ് പോരാ വിമാനത്തിൽ കയറാൻ. വിമാനത്തിൽ കയറാൻ നല്ല സൗകര്യത്തോടെ എളുപ്പത്തിൽ പെട്ടെന്ന് എത്തേണ്ടിടത്ത് ബസ്സിൽ പോയാൽ മണിക്കൂറുകൾ പിടിക്കും, ട്രെയിനിൽ പോയാലും മണിക്കൂറുകൾ പിടിക്കും, വിമാനത്തിൽ പോയാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ നേരം പിടിക്കുന്നിടത്തേക്ക് നമ്മൾ കാറ് മാർഗമോ മറ്റു വാഹനത്തിലോ പോയാൽ 7, 8, 9 മണിക്കൂർ പിടിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ അവിടെ എത്താൻ ചുരുങ്ങിയ കാശ് കൊടുത്താൽ പോരാ, അവർ പറയുന്ന രീതിയിൽ ആയിരങ്ങൾ എണ്ണിക്കൊടുക്കണം. ഒരു സംവിധാനമാണ്, ഒരു സൗകര്യമാണ്. അതേ, ഒരു മനുഷ്യന് നടക്കുന്നതിന് പകരം അവൻ്റെ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും അല്ലാഹു വാഹനം നൽകി. സൗകര്യമാണ്, സംവിധാനമാണ്. ഓരോരുത്തർക്കും കിടന്നുറങ്ങാൻ ഓരോ റൂം നൽകി. പഴയ കാലങ്ങളിലുള്ള സൗകര്യം അങ്ങനെയല്ല. ഒരു വീട്ടിൽ 15 അംഗങ്ങളുണ്ടോ, 15 അംഗങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാനാകെ 3 മുറികളാണുള്ളത്. നിലത്താണ് പലരും കിടക്കുന്നത്. മുതിർന്നവർ കട്ടിലിൻ്റെ മുകളിൽ കിടക്കുന്നു, ബാക്കിയുള്ളവർ നിലത്ത് പായ വിരിച്ച് ആ പായയിൽ ഒന്നുകിൽ ഒരു വിരിപ്പ് അല്ലെങ്കിൽ ചെറിയ ഒരു മെത്ത അതും വിരിച്ചങ്ങ് കിടക്കുകയാണ്. സംതൃപ്തിയോടെ ആ സൗകര്യം സ്വീകരിക്കുകയാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് 3 അംഗ കുടുംബം, 4 അംഗ കുടുംബം. ആ 4 അംഗ കുടുംബത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും വസിക്കാൻ ഓരോ മുറികളാണ്. ആ ഓരോ മുറികളും 10, 10, 12, 12 ആണ്. ചെറിയ മുറികളല്ല, നല്ല വീതിയും വിശാലതയുമുള്ള മുറികളാണ്. ആ മുറികളിലൊക്കെ ഓരോരുത്തർക്കും വേണ്ട സൗകര്യങ്ങളാണ്, സംവിധാനങ്ങളാണ്. ആ മുറികളിൽ ഓരോ മുറികളിലും നല്ല രൂപത്തിൽ തണുക്കാതെ കൂടുതൽ ചൂടാകാതെ എയർ കണ്ടീഷൻ രൂപപ്പെടുത്തിയ നല്ല നല്ല റൂമുകളാണ്. സുബ്ഹാനല്ലാഹ്, ഇരുന്നാൽ തായോട്ട് പോകുന്ന തരത്തിലുള്ള മേത്തരം മെത്തകളാണ്. പഴയകാലത്ത് മെത്തകൾക്ക് 2000-ഓ 3000-ഓ കൊടുത്തെടുത്ത് ഇന്നൊരു മുറിയിൽ ഇട്ടിക്കുന്ന മെത്തക്ക് കൊടുക്കുന്നത് 50,000-ഉം 60,000-ഉമാണ്. അത്രയും വിലപിടിപ്പുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അല്ലാഹു നമുക്ക് ഒരുക്കി തന്നതാണ്. പഴയകാലത്ത് കിടക്കുന്ന കട്ടില് ആ വീട്ടിലുള്ള കുടുംബനാഥനോ ഉപ്പാപ്പയോ നിർമ്മിച്ച കട്ടിലാണ്. 4 പലക കൊണ്ടുവന്ന് മേടിയുണ്ടാക്കിയൊരു കട്ടിലാണ്. ആ കട്ടിലിന്റെ മുകളിലാ കിടക്കുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കട്ടിലാണ്. ആ കട്ടിലിന്റെ ഒരു ഭാഗത്ത് തന്നെ അറകളുണ്ട്.
മറ്റൊരു ഭാഗത്ത് തന്നെ ഉപയോഗ വസ്തുക്കളുണ്ട്, വേറൊരു ഭാഗത്ത് ചാരിക്കിടന്ന് വായിക്കാനുള്ള സൗകര്യമുണ്ട്, വേറെ ഒരു ഭാഗത്തതാ ബൾബും മറ്റുമൊക്കെ ഫിറ്റ് ചെയ്യാൻ മൊബൈലിൽ ചാർജ് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. ഇങ്ങനെ തുടങ്ങി സർവമാന സൗകര്യങ്ങളും ഉള്ള കട്ടിലാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ എണ്ണി പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സർവമാന സൗകര്യങ്ങളും സീനത്തല്ലഹാ, ഭൂമിക്ക് വലിയ അലങ്കാരമാണ്, വലിയ ചൈതന്യമാണ്, വലിയ ഭംഗിയാണ്. ഭംഗിയാക്കി നിർമ്മിച്ചു തന്നത് കൊട്ടാരങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിക്കൊരു അലങ്കാരമാക്കി തന്നത് ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, പരിശോധിക്കാനാണ്, പരീക്ഷണാർത്ഥത്തിലുള്ളൊരു പരിശോധനയാണ്. എന്നെയും നിങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ട് പരിശോധിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഈ ഭൂമിയിൽ അല്ലാഹു തന്ന സംവിധാനങ്ങൾ നമുക്ക് സത്യത്തിൽ അത് അലങ്കാരമായി മാറുന്നു എന്നല്ല അല്ലാഹ് പറഞ്ഞത്. സീനത്തല്ലഹാ, ഭൂമിക്കാണത് അലങ്കാരമായി മാറുന്നത്. നമുക്കുള്ള അലങ്കാരം അതല്ല. നമുക്കുള്ള അലങ്കാരം അഹ്സനു അമലാ, ഏറ്റവും നല്ല അധ്വാനിക്കുന്നവൻ ആരാണെന്ന് പരിശോധിക്കാനാണ്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, അവരെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നിലയിൽ വർക്ക് ചെയ്യുന്നത് ആരാണ്? എത്ര സൗകര്യങ്ങൾ സംവിധാനങ്ങൾ അല്ലാഹു കൊടുത്താലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ മറക്കാതെ ദാക്കിറായി ഷാക്കിറായി കഴിയുന്നവരാരാണെന്ന് നോക്കാനാണ്. എന്താണ് അഹ്സനുൽ അമൽ, ഏറ്റവും നല്ല പ്രവൃത്തി എന്താണ്? ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കാം. ഖുർആൻ പണ്ഡിതർ വിശദമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സൗകര്യങ്ങളൊന്നും നമ്മളെ അംഗീകരിച്ചു എന്നതിന് തെളിവല്ല. നമ്മളെ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവല്ല. ആ തെളിവായിട്ട് കരുതാൻ പറ്റുകയാണെങ്കിൽ അത് സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കറാമത്തുകളാണ്, ബഹുമാനങ്ങളാണ്. ആ ബഹുമാനങ്ങൾ എത്ര എണ്ണി പറഞ്ഞാലും അവരെ മനസ്സ്, അവരെ ശരീരം അതുകൊണ്ട് വലുതാകുന്ന ഒരു സംഭവമില്ല. അത് നിസ്സാരമായവർ തള്ളിക്കളയും. എന്നിൽ നിന്ന് അങ്ങനെ ഉണ്ടായോ എന്നൊക്കെ അവർ ചോദിക്കും. കാരണം അവരെ നോട്ടം അതിലേക്കല്ല, അവരെ നോട്ടം അവരെ കൽബിലേക്കും ആ കൽബിന് തെളിമയാർന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അധ്വാനങ്ങളിലേക്കുമാണ് നോട്ടം. അപ്പൊ പുറത്ത് അവരുടെ അമലുകളെല്ലാം സ്വീകരിച്ചിട്ട് ധാരാളം ബഹുമാനങ്ങൾ കണ്ട് ജനങ്ങളത് പറയുമ്പോ അങ്ങനെ സംഭവിച്ചോ, ഞാൻ അറിഞ്ഞില്ല, ഞാനത് പരിഗണിച്ചിട്ടില്ല, ഞാനത് ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ഉണ്ടാകണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അമലിന് സ്വീകാര്യതയ്ക്ക് വേണ്ടി നൽകിയ അടയാളങ്ങളാണ്. അതേ സമയത്ത് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് വലിയ സ്ഥാന ബഹുമാനം കൊടുത്തു. ഏത് സ്ഥാന ബഹുമാനം? ആഖിറത്തിലേക്ക് കാരണമാകുന്ന സ്ഥാന ബഹുമാനമല്ല. ദുനിയാവിൽ എല്ലാവരും ബഹുമാനിക്കുന്നൊരു സ്ഥാനം കൊടുത്തു. ദുനിയാവിൽ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സർവമാന സൗകര്യങ്ങളും അല്ലാഹു കൊടുത്തു, ഒന്നും കുറച്ചിട്ടില്ല. ദുനിയാവിൽ ഒരു മനുഷ്യന് ആവശ്യത്തിലധികം അല്ലാഹു തആല സാമ്പത്തികമായ പുരോഗതി കൊടുത്തു. അതൊന്നും അംഗീകാരത്തിന്റെ തെളിവല്ല. പിന്നെയോ റബ്ബ് തആല നമ്മളെ വക്കല്ലത് ഏൽപ്പിച്ചത് ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് ആരാണെന്ന് നോക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടൊരായത്താണിത്. കാരണം മുശ്രിക്കുകളുടെ കയ്യിൽ കോടിക്കണക്കിനല്ലേ അന്ന് സ്വത്തുള്ളത്. മുശ്രിക്കുകളുടെ കയ്യിൽ എത്രയാണെന്ന് സ്വത്തുള്ളത്? അതല്ലേ അല്ലാഹു തആല പറഞ്ഞ നബിയെ, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, അവർക്കിവിടെ സുഖിക്കാനുള്ള സൗകര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, തങ്ങളത് നോക്കണ്ട. കാരണം അത് നോക്കാൻ പറ്റിയൊരു സംഗതിയല്ല.
അതിനേക്കാളും വലുത് തങ്ങൾക്ക് നാം തന്നിട്ടുണ്ട്. അതെന്താ? വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം. തങ്ങൾക്ക് ആ തന്ന ഫാത്തിഹ സൂറത്തിൻ്റെ ഒരു ഹർഫിൻ്റെ ഒരു ഓരത്തേക്ക് എത്തൂല, അവർക്കാ കിട്ടിയ ദുന്യാവ് മൊത്തം. തങ്ങൾക്ക് നാം നൽകിയ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്രമാത്രം വലിയ ബഹുമാനമുണ്ട്. അതിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അവർക്കാ കൊടുത്തത് വളരെ ചെറുതാണ്, വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് മുശ്രിക്കുകൾക്ക് ഇത്ര ആസ്തിയുണ്ട് എന്ന് കരുതിയിട്ട് വിഷമൊന്നും തോന്നേണ്ടതില്ല. ഇന്നും ലോകതലത്തിൽ സമ്പന്നരുടെ കൂട്ടത്തിൽ, കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിമിന്റെ പേര് വരുന്നത് 300-ന് ശേഷമാണ്. കോടിപതികളുടെ കൂട്ടത്തിൽ വേൾഡ് തലത്തിൽ ഒരു മുസ്ലിമിന്റെ പേര് വരുന്നത് 300-ന് ശേഷമാണ്. സഹോദരങ്ങളെ, എന്താണത് അറിയിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറെ നൽകിയിരിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾക്കാണെന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ ഈമാൻ കുറഞ്ഞു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് ചെറുതായി എന്ന് തോന്നിപ്പോകരുത്. ഓ നബിയേ, ദുനിയാവിൻ്റെ ആളുകളായി മാത്രം വസിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ സ്വത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടക്കി ഭരിച്ച ആളുകളെ നോക്ക് നിങ്ങൾ. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ദുനിയാവിനെ അടക്കി ഭരിച്ച ആളുകൾ, അതിൽപ്പെട്ട ഒരാളല്ലേ ഫിർഔൻ. എത്രമാത്രം സംവിധാനങ്ങളാ ഫിർഔൻ അല്ലാഹു തആല കൊടുത്തിരുന്നത്. വേറൊരാളല്ലേ നമ്രൂദ്. എന്തൊരു കഴിവുള്ള ആളായിരുന്നു നമ്രൂദ്. അള്ളാഹുവിനോട് മത്സരിച്ച് ഭൂമിയിൽ സ്വർഗം പണിത ആളല്ലേ ആദിന്റെ മക്കളായ ശദ്ദാദും ഷദീദും. ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കി പടച്ചറബിനോട് മത്സരിച്ചിട്ട്. സ്വർഗത്തിൽ എന്താണ്? തേനിൻ്റെ പുഴയല്ലേ, അപ്പോൾ ഒരു തേനിൻ്റെ പുഴ പോലെ ഒഴുക്കി. പിന്നെ ഒന്ന് പാലിൻ്റെ പുഴ ഒഴുക്കി. പിന്നെ മറ്റൊന്ന് ശുദ്ധമായ വെള്ളവും. പിന്നെ ഒന്നുള്ളത് ഹംറല്ലേ, പിന്നെ സുലഭാണല്ലോ ഹംറിൻ്റെ ഒഴുക്കി. അങ്ങനെ 4 പുഴകളൊക്കെ ഒഴുക്കിയിട്ട് ഒരു 300 വർഷമെടുത്ത് ഒരു വലിയ സ്വർഗം തന്നെ ഉണ്ടാക്കി. ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരിൽ നിന്നും മുത്തും രത്നവും സ്വീകരിച്ച് അവര് ആ മുത്തിൻ്റെയും രത്നത്തിൻ്റെയും കഷ്ണങ്ങളെ കൊണ്ടാണ് ആ ബിൽഡിങ്ങിൻ്റെ ചുമരുകൾ തേച്ച് ഒട്ടിച്ചു വെച്ചത്. കാരണം എന്താ പറയുക, സ്വർഗത്തിൻ്റെ ചിത്രത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, സ്വർഗത്തിൻ്റെ ഓരോ ചുമരുകളും അത് സ്വർണത്തിൻ്റെ ഇഷ്ടികകളാണ്. സ്വർണത്തിൻ്റെ ഇഷ്ടികകളാണ് അവിടെ. അപ്പൊ പിന്നെ ഇവിടെ കുറവാകാൻ പാടില്ല, ഇവിടെ മണ്ണിൻ്റെതായ പിന്നെ സ്വർഗം എന്നറിയും. അതുകൊണ്ട് നല്ല 1-ാം നമ്പർ മുത്തും രത്നവും ഒക്കെ വില പിടിക്കുന്നത് വാങ്ങി കഷ്ണങ്ങളാക്കി ചുമരിൽ ഒട്ടിവെച്ച് 300 വർഷം പണിപ്പെട്ടുകൊണ്ട് സ്വർഗം ഉണ്ടാക്കി. എത്ര ആസ്തി വേണം, എത്ര കഴിവ് വേണം. ആ ഷദീദും ശദ്ദാദും അള്ളാഹുവിൽ വിശ്വസിച്ചവരല്ല. അള്ളാഹുവിനോട് മത്സരിക്കാൻ മാത്രം എത്രമാത്രം ആസ്തിയാണ് അവർക്കുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, ആ കഴിവുകളൊക്കെ ഉണ്ടായിട്ട് സഹോദരങ്ങളെ എന്ത് നേടാൻ കഴിഞ്ഞു? എന്താണ് അവർക്ക് സംഭരിക്കാൻ കഴിഞ്ഞത്? എന്താണ് അവർക്ക് ബാക്കി വെക്കാൻ കഴിഞ്ഞത്? എത്രമാത്രം സൗകര്യങ്ങളിലാണ് ഫിർഔനും കൂട്ടരും ജീവിച്ചത്. അവരങ്ങ് മരണപ്പെട്ടു പോയതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ ജനത ഒന്നടങ്കം മുങ്ങിയങ്ങ് പൊങ്ങിയപ്പോൾ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ആകാശവും ഭൂമിയും അവരെ പേരിൽ കരഞ്ഞില്ല. അവരങ്ങനെ മറ്റുള്ള ആകാശവും ഭൂമിയും പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളുമല്ല. അതേ സമയത്തൊരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബക്കത്ത് അലൈഹി മുസല്ലാ. ആ മുഅ്മിൻ നിസ്കരിച്ചിരുന്ന സ്ഥലം ആ വിശ്വാസിക്ക് വേണ്ടി തേങ്ങലടിച്ച് കരയും. ഒരുപാട് ദിവസങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരാൾ പകരം നിസ്കരിക്കാൻ അത് ഉപയോഗിച്ചാൽ അതിന് ശാന്തത വരും. ബാപ്പ നിസ്കരിച്ചിരുന്ന മുസല്ലയില്ലേ, ഉമ്മ നിസ്കരിച്ചിരുന്ന മുസല്ലയില്ലേ, ഇന്നലെ വരെ ഈ മുസല്ലയിൽ നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ തസ്ബീഹും ദിക്റും കേൾപ്പിച്ചിരുന്ന ആള് ഇന്നെനിക്ക് സുജൂദ് ചെയ്യാനില്ലല്ലോ, ഇന്ന് എൻ്റെ മേൽ ദിക്ർ ചൊല്ലാനില്ലല്ലോ. ആ
നിലക്ക് കരഞ്ഞു പോകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരി നിന്ന് ഖുത്ബയോതിയിരുന്ന ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്ന ഒരു ഈത്തപ്പനയുടെ ഉണങ്ങിയ മട്ടിലുണ്ടായിരുന്നു മദീനത്തെ പള്ളിയിൽ. ഈത്തപ്പനയുടെ ഉണങ്ങിയ ഒരു കൊള്ളി, നല്ല തടിയുള്ള ഒരു കൊള്ളി. ആ കൊള്ളിയിൽ ചാരി നിന്നിട്ടാണ് തങ്ങൾ ആദ്യകാലത്ത് ഖുത്ബയോതിയിരുന്നത്. പിന്നെ നമ്മുടെ പള്ളിയിലൊക്കെയുള്ളതുപോലെ 3 പടിയും ഒരു വിശാലമായി ഇരിക്കാൻ പറ്റുന്ന മുസ്തറാഹമുള്ള പുതിയ മിമ്പർ മദീന പള്ളിയിൽ കൊണ്ടുവന്നപ്പോ ഈ ഉണങ്ങിയ നേരത്തെ ചാരി നിന്നിരുന്ന ആ മരത്തടി പള്ളിയുടെ ചെരുവിലേക്ക് മാറ്റിവെച്ചപ്പോ ബക്കത്ത് അത് കരയുന്നു. സ്വഹാബത്ത് പള്ളിയുടെ ഉള്ളിൽ വെച്ച് ആ കരച്ചിൽ കേൾക്കുന്നു. എത്രമാത്രം കരഞ്ഞു! വഹന്നത്ത് ഹനീന സ്വബിയീ, കുട്ടികൾ തേങ്ങിക്കരയും പോലെ തേങ്ങിക്കരയുന്നു. റഹ്മത്തുല്ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങി. ആ മരത്തടിക്കും തങ്ങൾ റഹ്മത്താണ്, കരുണയാണ്, അനുഗ്രഹമാണ്. കരച്ചിലങ്ങ് കേട്ട് ശക്തിയാർജിച്ചപ്പോ സ്വഹാബത്ത് പേടിച്ചുപോയി. കരച്ചിലിന്റെ ഊക്കുകൊണ്ട് ഹത്താ കാദത്ത് തൻശഖു, ആ മരത്തടി പൊട്ടിപ്പിളർന്നു പോകുമോ എന്ന് പേടിച്ചുപോയി. തങ്ങൾ പോയിട്ട് അതിനെങ്ങനെ തലോടി. സുബ്ഹാനല്ലാഹ്, കരസ്പർശം ഏറ്റാൽ ആശ്വാസം ലഭിക്കാത്ത ഒരു സൃഷ്ടി അല്ലാഹുവിന്റെ ഭൂമിയിലില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിങ്ങനെ തലോടിയപ്പോ, കുട്ടികളെ നമ്മൾ തലോടുമ്പോൾ അവരെ തേങ്ങലിങ്ങനെ ശമിക്കാറില്ലേ, അതുപോലെ കരച്ചിലങ്ങനെ ഒടുങ്ങുന്നത് സ്വഹാബത്ത് കേട്ടു. തങ്ങൾ അവരോട് പറഞ്ഞു, സ്വഹാബത്തിനോട്, ബക്കത്ത് അലാ മാ കാനത് തസ്മഉ മിനൽ ദിക്ർ, നേരത്തെ ഒരുപാട് ദിക്ർ കേട്ടിരുന്നു. ഞാൻ പറയുന്ന ഹദീസ്, ആയത്ത്, ഇൽമ് ഒക്കെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയിരുന്നു. ഇപ്പതിനെ മാറ്റിവെച്ചപ്പോ നഷ്ടമായല്ലോ എന്ന് കരുതി കരഞ്ഞുപോയതാണ്. നമ്മളൊക്കെ മരിച്ചിട്ടാണ് മുസല്ല കരയുന്നത്. അതേ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ദിക്റും ഹദീസും ഇൽമും കേട്ട് സന്തോഷം കൊണ്ടിരുന്ന മരത്തടി അത് നഷ്ടപ്പെട്ടപ്പോൾ, തങ്ങളുടെ സമ്പർക്കം പോയപ്പോൾ അതിന് വന്ന സങ്കടം. ചില റിപ്പോർട്ടുകൾ കാണാം, തങ്ങൾ ചോദിച്ചു മരത്തടിയോട്, നിനക്ക് ഇനിയും ഇവിടെ എൻ്റെ കസേരയായി വർത്തിക്കണോ, അതല്ല നാളെ സ്വർഗത്തിൽ എൻ്റെ കസേരയായാൽ മതിയോ, ജനങ്ങൾക്കും എല്ലാവർക്കും വന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു മരത്തടിയായാൽ മതിയോ, അവിടെ നല്ല ഫലവൃക്ഷമായിട്ട് സ്വർഗത്തിൽ നിന്നാ മതിയോ? മരത്തടി പറഞ്ഞു, ഇവിടെ ഞാൻ അനുഭവിക്കാനും സ്പർശിക്കാനും ഏറ്റവും സന്തോഷമുള്ള ശരീരം ഞാൻ സ്പർശിച്ചു, ഏറ്റവും റാഹത്തുള്ള ശരീരം എനിക്ക് കിട്ടി, ഏറ്റവും നല്ല ദിക്റും നല്ല ഖുർആനോത്തും ഞാൻ കേട്ടു, ഏറ്റവും നല്ല ഇൽമും ഞാൻ കേട്ടു. ഇവിടെ എനിക്കതിന് ഭാഗ്യം കിട്ടി. ഇനി എനിക്ക് സ്വർഗത്തിൽ മുഅ്മിനീങ്ങളൊക്കെ വന്ന് വിശ്രമിക്കുന്ന നല്ലൊരു വൃക്ഷമായാൽ മതി. സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി മറവ് ചെയ്യൂ. ആ മരത്തടിയെ മറവ് ചെയ്യാൻ എത്രമാത്രം വലിയ ബഹുമാനമുള്ള മരത്തടിയാണത്. നാളെ സ്വർഗത്തിൽ അതിൻ്റെ ചുവട്ടിലിരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഫിർഔനെയും കൂട്ടരെയും അങ്ങ് അള്ളാഹു നശിപ്പിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒരൊറ്റ കണ്ണീർ വാർത്തില്ല. ഒരു മുഅ്മിൻ മരണപ്പെട്ടാൽ ആകാശത്തിന് ദുഃഖമാണ്, ഭൂമിക്ക് വേദനയാണ്. കാരണം ആ മുഅ്മിനെ കൊണ്ട് കിട്ടിയിരുന്ന റഹ്മത്ത്, ബറക്കത്ത് ഒക്കെ നിന്നുപോയില്ലേ. അതുകൊണ്ട് ആ മുസല്ല വരെ കരയുമെന്ന് പറഞ്ഞത്. മുസല്ല വരെ കരയും. അത് ഓരോരുത്തരും ഡിഗ്രിക്കനുസരിച്ചാണ്. എല്ലാവരും ഒരേ രൂപത്തിലല്ല. എല്ലാ ചരാചരങ്ങളും അറിയുന്ന രൂപത്തിലുള്ള കരച്ചിലുണ്ട്. ജിന്നുകളൊക്കെ കരഞ്ഞില്ലേ? ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ജനങ്ങളൊക്കെ കേട്ട ശബ്ദമാണ്, ദഹബൽ ഫഖീഹു ഫലാ ഫിഖ്ഹ ലക്കും. ഫഖീഹ് പോയി, നിങ്ങൾക്ക് ഫിഖ്ഹ് ഇല്ല. ആൾക്കാരൊക്കെ നോക്കുന്നു, ആരാത് പറഞ്ഞു? പറയുന്ന ആളെ കാണില്ല. ജിന്നുകളുടെ അനുശോചനമാണ്, സങ്കടമാണ് അവർ പറയുന്നത്. ഏറ്റവും വലിയ പണ്ഡിതൻ പോയി, ഇനി നിങ്ങൾക്ക് ഫിഖ്ഹ് ഇല്ല, ആരാ നിങ്ങൾക്ക് ഫിഖ്ഹ് തരാൻ?
കർമ്മശാസ്ത്രത്തിൽ അത്രയും വലിയ നൈപുണ്യവും കഴിവുള്ളൊരു മഹാൻ വേറെ ഇല്ലല്ലോ ഇമാമുകളുടെ കൂട്ടത്തിൽ. അവരെ ബർക്കത്തുണ്ട്, അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. അപ്പൊ ഇതൊക്കെ അനുശോചനമായി പറയും. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വഫാത്തായപ്പോൾ അനുശോചനം അറിയിക്കാൻ വേണ്ടി വന്നത് ലക്ഷക്കണക്കിന് പച്ച പക്ഷികളാണ്. വീട്ടിൽ നിന്ന് ജനാസ എടുത്ത് ആളുകൾ ഇങ്ങനെ തഹ്ലീലും ചൊല്ലി പള്ളിയിലേക്ക് പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. മുരീദന്മാരും ശിഷ്യന്മാരും ഖാദിമീങ്ങളും സഹവാസികളൊക്കെ. അവർക്ക് മേലെ ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ പക്ഷികൾ. ആ പക്ഷികൾ ഇങ്ങനെ അകമ്പടി സേവിക്കുന്നത് കണ്ട് 15,000 ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ ഒരൊറ്റ ദിവസം അവരനുശോചനം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഓരോ മഹാന്മാർക്കും ഓരോ തരത്തിൽ അനുശോചനമുണ്ട്. അതവരുടെ ഡിഗ്രി അനുസരിച്ചാണ്. ഭൂമിയും ആകാശവും ഒക്കെ നമ്മളെ പേരിൽ ഒരിറ്റ് കണ്ണീരുറ്റിച്ചാൽ ആ ആകാശവും ഭൂമിയൊക്കെ അറിയുന്ന രൂപത്തിലാണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി വഴിപ്പെട്ടത്. നാളെ ആഖിറത്തിൽ അവരും സാക്ഷിയാകും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത്രയും സൗകര്യമുള്ള ഫിർഔനും കൂട്ടരൊക്കെ മുങ്ങിപ്പൊങ്ങിയതിനെ പറ്റി അള്ളാഹ് പറഞ്ഞു, ഒരിറ്റ് കണ്ണീര് വാർത്തില്ല. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്ര നദികളാണ് അവർ ഒഴിവാക്കിയിട്ട് പോയത്. ഉല്ലസിക്കുന്ന എത്ര ഉദ്യാനങ്ങളാണ് ബാക്കി വെച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, എത്ര നല്ല കൃഷിയിടങ്ങൾ അവർ ഉപേക്ഷിച്ചു പോയി. സംസാരിച്ച് സൊറ പറഞ്ഞിരിക്കുന്ന എത്ര റിസോർട്ടുകൾ അവർ ഒഴിവാക്കിപ്പോയി. വൈകുന്നേരമാകുമ്പോൾ രാത്രിയാകുമ്പോൾ സൊറ പറഞ്ഞിരിക്കാൻ വേണ്ടി തന്നെ ഫിർഔൻ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അവിടെ വന്നങ്ങനെ സൊറ പറഞ്ഞിരിക്കും. മദ്യപാനം ഉപയോഗിച്ച് അവിടെ തന്നെ നല്ലോണം തിമിർത്താടും. ചിലർ സുബഹി വരെ അവിടെ തന്നെ കിടന്നുറങ്ങും. ഉല്ലസിക്കാൻ എത്ര കേന്ദ്രങ്ങളുണ്ടാക്കി. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവരഭിരമിച്ചിരുന്ന എത്ര സുഖവാസങ്ങൾ, എത്ര സുഖലോലുപതകൾ ഒന്നും കൊണ്ടുപോയില്ല. സൗകര്യങ്ങളോടെ ജീവിച്ചിരുന്ന ആളുകൾ എന്തു നേടി? എല്ലാം ദുനിയാവിൽ അവർ വിട്ടേച്ചു പോയി. ആ ദുനിയാവിൽ വിട്ടതുകൊണ്ട് ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. അതേ സമയത്തൊരു മുഅ്മിനായ മനുഷ്യൻ ഉപയോഗിച്ച തസ്ബീഹ് മാല, ഉപയോഗിച്ച മുസഹഫ്, ഉപയോഗിച്ച കിണറ്, ഉപയോഗിച്ച തൊപ്പി, ഉപയോഗിച്ച ഷർട്ട്, ഉപയോഗിച്ച നിസ്കാരപ്പായ, ഇത് ബാക്കിയുള്ളവർ ഉപയോഗിക്കുമ്പോ ആഖിറത്തിലേക്ക് അല്ലാഹു വീണ്ടും കൂലി എങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണ്. ദുനിയാവിന്റെ സൗകര്യങ്ങൾ മാത്രം കിട്ടി ജീവിച്ചവർക്ക് ആഖിറത്തിലേക്ക് എന്ത് കിട്ടാനാണ്? കിടക്കുന്ന ഖബറിലേക്ക് എന്ത് കിട്ടാനാണ്? ഖാറൂന് മുതലാളിയെ കേട്ടിട്ടില്ലേ? എത്രമാത്രം വലിയ സമ്പന്നനായിരുന്നു. ഖാറൂൻ ഇങ്ങനെ പോകുമ്പോൾ ഖാറൂനിൻ്റെ യാത്ര കാണാൻ വേണ്ടി തന്നെ വഴിയോരങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും ഒരു ആബാല വൃദ്ധം ജനങ്ങൾ ഓരോ നാട്ടിലും തടിച്ചുകൊള്ളും. കാരണം അത്രയും വലിയ നല്ല പ്രൗഢിയിലാണ് ഖാറൂൻ അങ്ങനെ പോകുക. അപ്പോൾ ആ യാത്ര ഒന്ന് കാണാൻ വേണ്ടി ഒട്ടകങ്ങൾ തന്നെ നല്ല ചമഞ്ഞണീച്ച ഒട്ടകങ്ങൾ, കുതിരകൾ, അതുപോലെ തന്നെ താക്കോൽ ചുമക്കുന്ന വാഹനങ്ങൾ. അങ്ങനെ വേറൊന്നുണ്ട്. ഖജനാവിൻ്റെ താക്കോൽ ചുമക്കുന്ന വാഹനം അത് 1-2 അല്ല, കൂടുതൽ പറഞ്ഞ അഭിപ്രായ പ്രകാരം 1000 എണ്ണമാണ്. 1000 വാഹനപ്പുറത്ത് താക്കോൽ ചുമക്കുകയാണെങ്കിൽ ഖജനാവിലുള്ളതിൻ്റെ കണക്കത്ര. ഒരൊട്ടകം തന്നെ എത്ര ടണ്ണ് ഭാരം ചുമക്കും? അപ്പോൾ 100 ഒട്ടകം താക്കോൽ ചുമക്കാനുണ്ടെങ്കിൽ ഖജനാവിൽ എത്ര ഉണ്ടാകും? ഇത്രമാത്രം അല്ലാഹു തആല കൊടുത്ത ആളാണ് ഹാറൂൻ മുതലാളി. അതുകൊണ്ടാണ് കണക്ക് അല്ലാഹു പറയാതെ വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ, നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് നിധിശേഖരം കൊടുത്തു. എത്ര അതിൻ്റെ കണക്ക്? നല്ല ശക്തരായ വാഹനങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്ന താക്കോലുകളുള്ള നിധിശേഖരങ്ങൾ കൊടുത്തു. ഏറിപ്പോയ നമ്മളെ താക്കോലുകളൊക്കെ 1, 2, 3, 4, 10, 15 കഴിഞ്ഞ് ലോക്കർ സിസ്റ്റം ഒന്ന് നോക്കുമ്പോൾ അതും പിന്നെയും കട്ടി കുറഞ്ഞു പോയി. പിന്നെ അതവരൊക്കെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുമ്പോൾ പിന്നെയും കുറഞ്ഞു പോയി. ഇഷ്ടംപോലെ താക്കോലുകൾ ചുമക്കുന്ന ഇത്രയും നിധിശേഖരങ്ങളുള്ള ഖാറൂൻ ആ സമ്പത്ത് കൊണ്ട് എന്ത് നേടി? അവൻ്റെ കൊട്ടാരത്തിലായിരുന്നു ഈ കോടിക്കണക്കിന് സമ്പത്തുണ്ടായിരുന്നത്.
അവനെ മാത്രമല്ല അള്ളാഹു നശിപ്പിച്ചത്, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർളാഹ്, അവനെ നമ്മൾ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടുപോയി, അവൻ്റെ കൊട്ടാരവും കൊണ്ടുപോയി. കാരണം പിൽക്കാലത്ത് അവൻ്റെ സ്വത്ത് ഉപയോഗിച്ച് ആരെങ്കിലും ഒന്ന് പടച്ചോനെ നീ അയാൾക്കൊന്ന് രക്ഷ കൊടുക്കുക എന്നുള്ള ചാൻസിനും കൂടി അള്ളാഹു വകുപ്പ് വരുത്തിയില്ല. ഖാറൂന് അള്ളാഹുവിൽ വിശ്വസിച്ച ആൾ തന്നെയായിരുന്നു. തൗറാത്തിൽ നല്ല പ്രാവീണ്യമുള്ള നല്ല കഴിവുള്ള ആളാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, അവർ കഴിഞ്ഞാൽ ആ ഉമ്മത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ തൗറാത്ത് വായിക്കാനും പറയാനും വൈദഗ്ധ്യമുള്ള ആളായിരുന്നു ഖാറൂൻ. മൂസാ നബിൻ്റെ കുടുംബക്കാരനും കൂടിയല്ലേ, ഉമ്മാന്റെ സഹോദരിയുടെ മോനാണ്. ആ നിലക്ക് വലിയ ബന്ധമുണ്ട്, നല്ല കഴിവും പ്രാഗൽഭ്യമുള്ള ആളാണ്. പക്ഷേ അള്ളാഹുവിനോട് നന്ദികേട് ചെയ്തപ്പോൾ അള്ളാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തി. ഖുർആൻ പറയുന്നു അവനെ മാത്രമല്ല അള്ളാഹ് ആഴ്ത്തിയത്, അവൻ്റെ കൊട്ടാരത്തെയും ആഴ്ത്തി. എന്താ കാരണം? പിൽക്കാലത്ത് ആ കൊട്ടാരത്തിലുള്ള സ്വത്ത് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഈമാനുള്ള ആള് ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുക എന്ന് പറയാൻ കൂടി ഒരു ചാൻസ് അള്ളാഹു ബാക്കി വെച്ചില്ല. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹു അലിവുള്ളവനല്ലേ, റഹ്മത്തുള്ളവനല്ലേ. അപ്പൊ ആ വഴിക്കൊരു സ്വീകാര്യത ചാൻസ് അള്ളാഹു കൊടുത്തില്ല. ദുനിയാവിൽ അള്ളാഹു തആല കൊടുത്തതാണ്. എന്തിനാ അതൊക്കെ കൊടുത്തത്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അതുകൊണ്ട് നബിയെ, മുശ്രിക്കുകളുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്വത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പരീക്ഷണത്തിനാണ്. ഇതൊക്കെ തന്നില്ലേ എന്ന് നാളെ ആഖിറത്തിൽ ചോദിക്കാനാണ്. ഇഷ്ടം പോലെ കൊടുത്തിരിക്കുന്നത് അവരെ സമ്മതിച്ചുകൊണ്ടല്ല, ചിന്തിച്ച് വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്ന ആളുകളുണ്ട്. ഇഷ്ടം പോലെ ഭൂസ്വത്തുണ്ടായിട്ട് ആ ഭൂസ്വത്ത് മുഴുവനും വിശ്വാസത്തിന് വിഘാതമാകുമെന്ന് കണ്ടപ്പോ ഒഴിവാക്കി വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന ആളുകളുണ്ട്. എത്രയെത്ര മഹാന്മാരുണ്ട്. കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഇഷ്ടം പോലെ സ്വത്ത് മക്കയിലുണ്ടായിരുന്നു. തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, മാ റഅയ്തു ബിമക്കത ഫതൻ അൻഅമ മിൻ മുസ്അബ് ബിൻ ഉമൈർ. മുസ്അബ് റളിയല്ലാഹു അൻഹു പോലെ നല്ല സുഖലോലുപതനായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വേറെ ഞാൻ മക്കയിൽ കണ്ടിട്ടില്ല. അത്രയും നല്ല അടിച്ചു പൊളിച്ച് ജീവിതമായിരുന്നു. പക്ഷേ ഇസ്ലാം അങ്ങ് പുൽകിയപ്പോൾ പണക്കാരനായ ബാപ്പ ഉമൈർ സമ്പത്തിൽ നിന്ന് ഒരു കഷ്ണം പോലും കൊടുക്കാതെ ബഹുമാനപ്പെട്ട മുസ്അബ് റളിയല്ലാഹു അൻഹു മാറ്റി നിർത്തി. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സഞ്ചരിക്കാനുള്ള വാഹനം പോലും കൊടുത്തില്ല. ഉടുത്ത ഒരു ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സ് തന്നെ പഴകിയ ഡ്രസ്സാണ്. മദീനയിലെത്തിയപ്പോൾ ആ ഡ്രസ്സ് അങ്ങനെ പല ഭാഗത്തും ഓട്ടയായി ചിന്നിച്ചിതറി പറഞ്ഞുപോയി. പള്ളിയിലേക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദാ, ആ വരുന്ന ചെറുപ്പക്കാരനിലേക്ക് ഒന്ന് നോക്കൂ സഹാബാ, കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാൻ വരുത്തിയ പരിവർത്തനം എങ്ങനെയാണെന്ന് നോക്കൂ. വന്നിരിക്കുന്നത് സഹോദരങ്ങളെ വസ്ത്രം ധരിച്ചല്ല, ഒരാടിൻ്റെ തോണ്, ആടിൻ്റെ തോല് അതിൻ്റെ ശരിയായ നിലക്കതിൻ്റെ കൈയൊക്കെ കയ്യിലൂടെ ഇട്ട് തുന്നിപ്പിടിപ്പിച്ച് അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഔറത്ത് വെളിവാകാതിരിക്കാൻ അതും ധരിച്ച് പള്ളിയിലേക്ക് വന്നിരിക്കുന്നു. ജമാഅത്തിന് വന്നിരിക്കുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പഴയ കാലം എത്രമാത്രം സുഭിക്ഷമാണ്. പക്ഷേ അത് മുഴുവനും വേണ്ടാന്ന് വെച്ചത് ഈമാനിന് വേണ്ടിയാണ്, വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോകുന്ന സുഹൈബ് ബിൻ സിനാൻ റൂമി റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കുകൾ തടഞ്ഞു വെച്ചു വഴിയിൽ. പറഞ്ഞു, സുഹൈബേ, നീ മക്കക്കാരനല്ല, റോമക്കാരനാണ്. ഇവിടെ വന്നിട്ടാണ് ഈ ഭൂമിയും ഈ ഈ വീടും ഈ കച്ചവടമൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ വന്നിട്ടാണ്. അതുകൊണ്ട് മദീനയിലേക്ക് പോകണമെങ്കിൽ ആ സ്വത്തൊക്കെ ഞങ്ങൾക്ക് വിട്ടുതരണം. മുശ്രിക്കുകൾ 4 ഭാഗം കൂടി പറഞ്ഞു. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, നിങ്ങളെ കൂട്ടത്തിൽ നല്ല അമ്പെയ്ത്തറിയുന്ന ആളാണ് ഞാൻ. നിങ്ങളെല്ലാവരെയും അമ്പെയ്തുകൊണ്ട് തുരത്താൻ എനിക്ക് കഴിയും. പക്ഷേ ഇപ്പം എൻ്റെ ലക്ഷ്യം അതല്ല.
എൻ്റെ മനസ്സിലുള്ള ഏറ്റവും നല്ല മോഹം മദീനയിലെത്തലാണ്. ആർക്കൊക്കെ ആ സമ്പത്ത് വേണ്ടത് എടുത്തോളൂ. കഅബയുടെ പരിസരത്തായി ഇന്ന പർവ്വതത്തിൻ്റെ ഭാഗത്ത് ഇത്ര സ്ഥലമുണ്ട്, ഇത്ര തോട്ടമുണ്ട്, നിങ്ങളെടുത്തോളൂ. മറ്റൊരു ഭാഗത്ത് ഇത്രയുണ്ട്, നിങ്ങളെടുത്തോളൂ. സമ്പാദ്യങ്ങൾ മുഴുവനും അങ്ങ് കൊടുത്തു. മദീനയിലേക്ക് പോയി. കാരണം എൻ്റെ യാത്രക്ക് തടസ്സമാകരുത്, എൻ്റെ സമ്പത്ത് എൻ്റെ വിശ്വാസത്തിന് എതിരാകരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ എൻ്റെ ഹിജ്റക്കത് തടസ്സമാകരുത്. മദീനയിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന മഹാനവറുകളെ സ്വീകരിക്കുന്നത് റബിഹൽ ബൈഉ റബിഹൽ ബൈഉ അബാ യഹ്യാ, അബൂ യഹ്യ എന്ന് വിളിക്കുന്ന സുഹൈബ് തങ്ങളെ, കച്ചവടം ലാഭിച്ചുപോയി. നിങ്ങൾ ചെയ്ത കച്ചവടം ലാഭകരമായി പോയി. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്, വമിനന്നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അല്ലാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, മുത്തുനബി തങ്ങൾക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി സ്വന്തം ശരീരം വരെ വിൽക്കുന്ന മഹാന്മാരുമുണ്ട്. തങ്ങളെ ഹദ്റത്തിലെത്തിയപ്പോൾ ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോൾ സുഹൈബ് റളിയല്ലാഹുവിന് വലിയ സന്തോഷമായി. തങ്ങൾ പറഞ്ഞു, കച്ചവടം നല്ല ലാഭമുള്ള കച്ചവടമാണ്, അതിൽ മുന്തിയത്, അതിലപ്പുറത്തുള്ളത് അള്ളാഹു ആഖിറത്തിൽ തരും, നിങ്ങളൊന്നുകൊണ്ടും ബേജാറാകണ്ട. എന്നാലും മദീനയിലേക്ക് എത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. അപ്പൊ ചിന്തിച്ചുകൊണ്ട് സമ്പത്ത് തടസ്സമാകാതെ കടന്നു വരുന്ന ആളുകളുണ്ട്. അതേ സമയത്ത് സമ്പത്ത് കൊണ്ട് നിഷേധത്തിൽ തന്നെ കഴിയുന്നവരുമുണ്ട്. ഖിയാമത്ത് നാളിൽ ആ സമ്പത്ത് അവരെ മുന്നിൽ അല്ലാഹു തആല കാണിക്കും. ഇതെല്ലാം തന്നിട്ട് നിങ്ങളെന്തേ വിശ്വസിക്കാതിരുന്നത്? ഈ ഗുണങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ച് നീട്ടിയിട്ട് എന്തേ നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞത്? നല്ലതുപോലെ ചെയ്യാതിരുന്നത് എന്തേ എന്നെല്ലാം അല്ലാഹു തആല ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട്. നിങ്ങൾ കണ്ടോ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖളിറ, ദുനിയാവെന്ന് പറയുന്നത് നല്ല മധുരിക്കുന്നതാണ്, നല്ല പച്ചപ്പ് നിറഞ്ഞതാണ്. മധുരം വേണ്ടാത്തവർക്കും മധുരത്തോട് വലിയ താല്പര്യമാണ്. എല്ലാവർക്കും മധുരം ഇഷ്ടമുള്ളതാണ്, പച്ചയും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ദുനിയാവിൻ്റെ ശൈലി എങ്ങനെയാണ്? നല്ലോണം ഇങ്ങനെ പച്ചപ്പ് പിടിച്ച് ആകർഷണീയതയോടെ നിൽക്കും. നമ്മൾ ഈ രാജ്യത്ത് കാണുന്ന ആകർഷണീയതയില്ല. പുറത്തു പോയാൽ നമ്മൾ കാണുന്നത്, വലിയ വലിയ രാഷ്ട്രങ്ങളിൽ പോയാൽ ദുനിയാവ് ഒന്നുകൂടി നമ്മളെ ആകർഷിക്കും. സൗകര്യങ്ങൾ ഒന്നുകൂടി ദുനിയാവിലേക്ക് നമ്മളെ ക്ഷണിക്കും. സംവിധാനങ്ങൾ കൂടുതൽ കൂടുതൽ ക്ഷണിക്കും. ആ സംവിധാനങ്ങളൊക്കെ എനിക്കും വേണമെന്ന് ഓരോരുത്തർക്കും മോഹം തോന്നും. എല്ലാം അല്ലാഹു തആല തരുന്നത് എന്തിനാണെന്നറിയോ? വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, ദുനിയാവിൽ അല്ലാഹു നിങ്ങളെ പ്രതിനിധികളാക്കി വെക്കുന്നു. ഫനാദിറുൻ മാദാ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അല്ലാഹു നിരീക്ഷിക്കുകയാണ്. എന്താണ് നിങ്ങൾ ദുനിയാവിൽ ചെയ്യുന്നത് എന്ന് അല്ലാഹു നിരീക്ഷിക്കുകയാണ്. അല്ലാഹു നോക്കുകയാണ് എന്തെല്ലാം ചെയ്യുന്നു. ദുനിയാവ് തന്നിട്ട് നിങ്ങൾ ആ ദുനിയാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? നല്ല അമൽ ചെയ്യുന്നുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ്, പരിശോധിക്കുകയാണ്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, ഏറ്റവും നല്ല രൂപത്തിൽ അധ്വാനിക്കുന്നത് ആരാണെന്ന് പരിശോധിക്കാനാണ്. കാരണം ഇത് നിലനിൽപ്പിന്റെ ലോകമല്ല, നശ്വര ലോകമാണ്. തൊട്ടു താഴെ തന്നെ അല്ലാഹു തആല പറയുന്നു, അംഗീകരിച്ച് ഇതെന്റെ കയ്യിലാണ്, എന്റെ സൗകര്യത്തിലാണ്, എന്റേതാണ് എന്ന് പറയണമെങ്കിൽ കാലകാലം നമ്മുടെ കയ്യിൽ ഉണ്ടാകണ്ടേ? വഇന്നാ ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ, ഭൂമുഖത്തുള്ളത് മുഴുവനും ഉണക്കപ്പുല്ലായി തരിശുഭൂമിയായി മാറുന്നൊരു സന്ദർഭം വരാനുണ്ട്. കെട്ടിടങ്ങളില്ല, രത്നങ്ങളില്ല, കറൻസികളില്ല, സ്വർണങ്ങളില്ല. ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ,
ഉണങ്ങിയ ഭൂമി നാട് നേർക്ക് നേരാ വാക്കിന്റെ അർത്ഥം. സ്വഈദ് എന്ന് പറഞ്ഞാൽ ഭൂമുഖത്ത് ഒന്നുമില്ല, പരപ്പ്, മണൽ പരപ്പ് മാത്രമാണ്. ഇവിടെ പുല്ല് പുഷ്പങ്ങൾ പോലുമില്ല. ജുറുസൻ ഉണങ്ങിയതാണ്, ഉണങ്ങിയ ഒരു തരം ഭൂമി. കെട്ടിടങ്ങളില്ല, കുന്നുകളില്ല, അമ്പരചുംബികളായി ആസ്വദിക്കുന്ന കേന്ദ്രങ്ങളില്ല, തടാകങ്ങളില്ല, ഉല്ലാസ കേന്ദ്രങ്ങളില്ല. മുഴുവനും ഒരൊറ്റ തടമായിട്ടങ്ങ് മാറ്റിപ്പോയി. ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ. ഈ ആയത്ത് ഓതിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, ഏറ്റവും നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു. ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഈ ആയത്തിന്റെ വിവക്ഷ എന്താണ് നബിയെ? തങ്ങൾ പറഞ്ഞു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അഖ്ലാ, നല്ല ബുദ്ധിയിൽ വർക്ക് ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ. നല്ല ബുദ്ധിയുള്ള ആള് ആ സമ്പത്ത് കൊണ്ട് ദുനിയാവിലും ഖൈറുണ്ടാക്കും, ആഖിറത്തിലേക്കും ഖൈറുണ്ടാക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ട് ലോകത്തേക്കും ഖൈറുണ്ടാക്കും. ദുനിയാവിലുള്ള ഖൈർ എന്താ? നല്ല നിലക്ക് കുടുംബം പോറ്റും, നല്ല നിലക്ക് കുടുംബം പോറ്റും, നല്ല നിലക്ക് കുടുംബം പോറ്റും. വേണ്ടാത്ത ഒരു രീതിയിലുമല്ല, നല്ല നിലക്ക് കുടുംബം പോറ്റും. ആ കുടുംബത്തിന് വേണ്ട നന്മകൾക്കൊക്കെ ആ സമ്പത്തിൽ നിന്ന് പിശുക്കില്ലാതെ ഉപയോഗിക്കും. അങ്ങനെ ഒരു ഉപയോഗം അത്യാവശ്യത്തിന് വേണ്ടൊക്കെ ഉപയോഗിക്കും. അള്ളാഹു ഹലാലാക്കിയതും അനുവദീയമാക്കിയതും സുന്നത്താക്കിയതൊക്കെ ഉപയോഗിക്കും. ആ സമ്പത്ത് എടുത്തുകൊണ്ട് വാപ്പക്കും ഉമ്മക്കൊന്നും ഉംറക്ക് പോകാൻ കഴിവില്ല, ഹജ്ജിന് പോകാൻ കഴിവില്ല, അതിന് സമ്പത്ത് ലഭിച്ചു. ഭാര്യയ്ക്ക് ഹജ്ജിനും ഉംറക്കും പോകാൻ സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല, അതിനും സമ്പത്ത് ലഭിച്ചു. സഹോദരനൊരു പാവമാണ്, അവനും കൊടുത്തു ഉംറക്ക് പോകാൻ. അങ്ങനെ അള്ളാഹു തരുന്ന സമ്പത്തിനനുസരിച്ച് ദുനിയാവിൽ ഒരുപാട് ഖൈറുണ്ടാക്കി ആഖിറത്തിലേക്ക് ഡെപ്പോസിറ്റും ചെയ്തു. ആഖിറത്തിലേക്ക് എങ്ങനെ ഡെപ്പോസിറ്റ്? ഇൽമു വളർത്തി, ദീന് വളർത്തി, സ്ഥാപനങ്ങളുണ്ടാക്കി, ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ വളർത്താൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മമ്പൾ അതിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഒരുപാട് തവണ വന്യരായ താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് ഈ ഭൂമി. അവിടുത്തെ തിരുനോട്ടമുള്ള മജ്ലിസായ അള്ളാഹു മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. കൽത്തർ ഉസ്താദ് അവിടെ എടപ്പള്ളിയിൽ ദർസ് നടത്തുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ എത്തിയത്. നമ്മളെ തങ്ങൾ ബാപ്പൻ്റെ സ്മരണികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനും വേറൊരു തങ്ങളും കൂടി വന്നതാണ്. അന്ന് ദർസ് അവിടെയാണ്, അവിടെ ദർസ് നടത്തുമ്പോൾ വന്നതാണ്. ഇവിടെ ആയിട്ട് പിന്നെ ഞാൻ വന്നിട്ടില്ല. അവിടെ ആ പള്ളിയിൽ ഇങ്ങനെ ദർസ് നടത്തുമ്പോൾ ആ വേലത്ത് തങ്ങളുപ്പാപ്പയായിട്ട് ഉസ്താദിന് വലിയ ബന്ധം. തങ്ങളുപ്പാപ്പക്ക് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ നമ്മുടെ വലിയ വലിയ മാർഗദർശികളാണ്. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനും പകർത്താനും അവരെ കൊണ്ട് മഹബത്ത് വെച്ച് ജയിക്കാനും അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വലിയ വലിയ സാദാത്യങ്ങളാണ് അവർ. അപ്പോൾ അവർക്കൊക്കെ ഖിദ്മത്തെടുക്കുക, അവരൊക്കെ സ്മരണ പുതുക്കുക, അവരെ പേരിലൊക്കെ ഫാത്തിഹ ഓതുക, യാസീൻ ഓതുക, അവരെ പേരിൽ സദസ്സ് സംഘടിപ്പിക്കുക, അത് വലിയൊരു ഖൈറാണ്. അവരുടെ ഒരു നോട്ടം കൂടി നമ്മളെ മജ്ലിസിലേക്ക് അല്ലാഹു തആല തരും. ഒരു ശക്കുല്ലതിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കി, നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ആളുകൾ സമ്പത്ത് ആഖിറത്തിന് വേണ്ടി ദുനിയാവിൽ ഇഷ്ടം പോലെ ചെലവഴിക്കും. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ഇഷ്ടം പോലെ സമ്പത്ത് ചെലവഴിച്ച് ദീന് വളർത്തിയ മഹാന്മാർ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് ദീനിന് വേണ്ടി അടയാളങ്ങൾ എത്രയാണ് ബാക്കി വെച്ചത്. ഇന്നും അതിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കുകയാണ് ആഖിറത്തിലേക്ക്. ഇന്നും അതിൻ്റെ സുഖങ്ങൾ ആഖിറത്തിലേക്ക് അങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പോയി നിസ്കരിക്കുന്ന മദീന പള്ളിയിലെ വെള്ളത്തൂണ് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറകിൽ ഒരുപാട് സ്ഥലം കണ്ടിട്ടില്ലേ? ആ സ്ഥലങ്ങളിൽ ബഹുഭൂരിഭാഗവും വാങ്ങിക്കൊടുത്ത മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പോരാ, പ്രയാസങ്ങൾ വന്ന ഘട്ടങ്ങളിൽ മുഴുവനും ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്ത് സഹായിച്ച മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടും ആ വിഷയത്തിൽ കുറവില്ല. സിദ്ദീഖ് തങ്ങളെപ്പോലെ തവക്കുൽ ചെയ്ത് സ്വതക്ക കൊടുക്കാൻ നമുക്ക് കഴിയൂല. ഒരാളെ സമ്പത്ത് മുഴുവനോട് ദീനിന് കൊടുത്താലോ എന്ന് ചോദിച്ചു മഹാന്മാരോട്. മഹാന്മാർ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ തവക്കുലുണ്ടെങ്കിൽ കൊടുക്കാം.
സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തവക്കുലില്ല നമ്മൾ കൊടുത്താൽ നമ്മൾ കൊടുക്കൂലേ? നല്ല തവക്കുല്, അർപ്പണബോധം അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. മഹാന്മാർക്കൊക്കെ അർപ്പണബോധം ഉള്ളതുകൊണ്ട് കൊടുത്താലും അവർക്കൊന്നും കുറയൂല എന്നുള്ളൊരു ബോധമല്ലേ, ഒരർപ്പണബോധമല്ലേ, ഒന്നും പോകൂല, നാളത്തേക്ക് നാളെ അള്ളാഹു തരും എന്നുള്ള ബോധം. നമുക്ക് ചെറിയൊരു ആശങ്ക വന്ന ആ ബോധം പോകും, ആ തവക്കുലൊക്കെ പോകും. തവക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കൽത്തു അലല്ലാഹ് എന്ന് മാത്രം ഇങ്ങനെ പറയാനല്ല, അതെല്ലാവർക്കും സുഖ. തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയില്ല, അതാർക്കല്ലാത്ത അത് പറയണം. പറയേണ്ട മേഖലകളൊക്കെ പറയണത് സുന്നത്താണ്. ഒരു കാര്യം നമ്മൾ നിശ്ചയിച്ചാൽ പറയണം, ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുൽ തവക്കുലാക്കണം. അത് അള്ളാഹിൻ്റെ സഹായവും സംരക്ഷണവും കിട്ടാനാണ്. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അർപ്പണബോധം, ഞാൻ എത്ര കൊടുത്താലും എൻ്റെ കുടുംബത്തിനുള്ള ചിലവൊക്കെ അള്ളാഹു അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അന്വേഷണമൊന്നും അവിടെ ഇല്ല, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ ഹിജ്റ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, സമ്പത്ത് മുഴുവനും കയ്യിലെടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്നത്. മക്കളും ഭാര്യയൊക്കെ വീട്ടിലുണ്ട്. ഈ വിവരം അറിഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങളെ ഉപ്പ വന്നു ആ വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി. അപ്പൊ ഈ രൂപത്തിൽ അർപ്പണബോധമുള്ള വാപ്പയുടെ മക്കളാകുമ്പോൾ ആ മക്കൾക്കുണ്ടാകുമല്ലോ അർപ്പണബോധം. അവരും ചില്ലറക്കാരാകൂലല്ലോ. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, മറ്റു ആൺകുട്ടികളൊക്കെ ഉണ്ട്. ആരോ പോയിട്ട് സിദ്ദീഖ് തങ്ങളെ വാപ്പാനോട് പറഞ്ഞു, നിങ്ങളെ മോന് ഉള്ള സമ്പത്ത് മുഴുവനും നുള്ളിപ്പെറുക്കിയിട്ടാണ് ഹിജ്റക്ക് പോയത്. അപ്പൊ തിരിച്ചു വന്നിട്ട് ഉപ്പാപ്പ ചോദിക്കുകയാണ്, സിദ്ദീഖ് തങ്ങളെ ഉപ്പ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ പട്ടിണി കെട്ടി യതീമാക്കിയിട്ട് ഒന്നുമില്ലാതെ ഒക്കെ വാപ്പ കൊണ്ടുപോയോന്ന്. അപ്പൊ നല്ല ബുദ്ധിയുള്ള തവക്കുലുള്ള മക്കളാണ് അവിടെയുള്ള മക്കള്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അവിടെ ഒരു കവറുണ്ട്. ആ കവറിൽ നല്ല ഉരുളൻ കല്ലുണ്ട്. ആ കല്ല് പുറത്തേക്ക് നോക്കി കവറിന്റെ ഉള്ളിൽ കണ്ട ഏകദേശം ഒരു ദിർഹം ദീനാറിന് വലിപ്പുണ്ടാവും. അതിങ്ങനെ പൊളിച്ചു നോക്കിയിട്ടല്ല, ആ ഉരുളൻ കല്ലുള്ള കവർ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ബാപ്പോടെ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ കവറിൽ എന്താ ഉള്ളത്? അതെന്താ ചോദിച്ചില്ല. പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ കരുതും, ആ ഏകദേശം ഒരു ദിർഹം ദീനാറിന്റെ മോഡൽ ഉണ്ടല്ലോ. കടലിലെ ഉരുളൻകല്ല് കണ്ടില്ല, ഏകദേശം കണ്ടാൽ അങ്ങനെ തോന്നൂല പുറത്തുനിന്ന് നോക്കിയാൽ. ആ കവർ എടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ബാപ്പ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചു ഒക്കെ കൊണ്ടുപോയി. വല്യാപ്പ തിരിച്ചുപോയി, സ്നേഹിതങ്ങളെ വാപ്പ തിരിച്ചുപോയി. പക്ഷെ ആ കുടുംബത്തിന് ഒരു ദിവസവും സമ്പത്ത് മുടങ്ങിയിട്ടില്ല, ഭക്ഷണം മുടങ്ങിയിട്ടില്ല. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സമ്പത്ത് മുഴുവനും കൊടുക്കാൻ ഒരാൾക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ഒരു തവക്കുൽ വേണം. അങ്ങനെ ഒരു തവക്കുൽ നമുക്കില്ലല്ലോ. അതുകൊണ്ട് പാകത്തിന് കൊടുക്കുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ദീനിന് വേണ്ടി കൊടുത്ത സംരംഭങ്ങളാണ് ഇതൊക്കെ. ഇനിയും സഹോദരങ്ങളും സഹോദരിമാരും കൊടുക്കണം. ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ധാരാളം പദ്ധതികൾ ഇനിയും നടക്കാനുണ്ട്. അള്ളാഹു എല്ലാം ഫത്ഹാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി പദ്ധതികൾ, ഇസ്ലാമിൻ്റെ പ്രസരണത്തിന് വേണ്ടി, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി സാന്ത്വനമായും അല്ലാതെയും ധാരാളം ദൗത്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുഴുവൻ ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും മശായിഖുമാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പൊ നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവനാണ് അഹ്സനു അമല, ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന ആള്. അള്ളാഹു തന്ന ആരോഗ്യം അതെങ്ങനെ ചെലവഴിക്കണം, അള്ളാഹു തന്ന സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം, അള്ളാഹു തന്ന സൗകര്യങ്ങൾ എങ്ങനെ ചെലവഴിക്കണം, അത് ബുദ്ധിപരമായി പ്രവർത്തിക്കുമ്പോ ആർക്കും അധികപ്പറ്റായിന്നും കേടായിന്നും മോശമായി പോയിന്നും തോന്നാത്ത രൂപത്തിൽ നല്ല മാർഗത്തിൽ സൂക്ഷ്മതയോടെ ചെലവഴിക്കുന്നു. അല്ല കൊടുത്ത ദുനിയാവ്, അല്ല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ദുനിയാവിൽ അല്ല നിഷിദ്ധമാക്കിയ പലതും വരും. നയാ പൈസ പോലും അല്ല ഹറാമാക്കിയതിൽ ചെലവാക്കാത്ത ആളാണ്. അല്ല നിഷിദ്ധമാക്കിയതിൽ ഒരൊറ്റ രൂപ പോലും ഒരു കാശ് പോലും ചെലവഴിക്കാതെ സൂക്ഷ്മതയോടെ ജീവിച്ച് നല്ല സൂക്ഷ്മത പുലർത്തിയ ആളാണ്. നിങ്ങൾ നോക്ക്, ഇന്ന് സങ്കടപ്പെടുത്തുന്ന വാർത്തയുണ്ട് ഉമ്മമാരെ, സഹോദരങ്ങളെ. വേൾഡ് തലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാഷ് ചെലവഴിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ലോകത്തുള്ള ആരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചു. ഒന്നെന്തിനാണെന്നറിയോ? സെക്സിന് വേണ്ടിയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അനാവശ്യ ദൃശ്യങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനുമാണ്.
അല്ല നിഷിദ്ധമാക്കിയ രൂപങ്ങളിലേക്ക് നോക്കിയാൽ നമ്മളെ ഈമാനും തഖ്വയും കുറഞ്ഞു പോകും. അള്ളാഹു നിഷിദ്ധമാക്കിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുപോയാൽ നമ്മളെ ഈമാനും തഖ്വയും കുറഞ്ഞു പോകും. അല്ല നിഷിദ്ധമാക്കിയ രംഗങ്ങളിലേക്കാണ് ലോകതലത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് കുത്തൊഴുകുന്നത്. ഒന്ന് സെക്സിന്റെ മാർഗത്തിലാണ്, മറ്റൊന്ന് ലഹരിയുടെ മാർഗത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടും ദുരന്തമാണ്. ഞാൻ പറയട്ടെ, ഓൺലൈൻ ഉപയോഗിക്കാൻ ആവശ്യമുള്ളവർ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതിലപ്പുറത്ത് അനാവശ്യ ഉപയോഗമുണ്ടോ? ഉണ്ട്. അവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ. അഹ്സനു അമലാ. ഒരു കാശും ചെലവഴിച്ച് അവൻ സിനിമ കാണുന്നില്ല, സീരിയൽ കാണുന്നില്ല, നാടകം കാണുന്നില്ല, അതുപോലെ തന്നെ മ്യൂസിക്കുള്ളൊരു പാട്ടും കേൾക്കുന്നില്ല. അനാവശ്യ ദൃശ്യങ്ങൾ സ്വീകരിക്കുകയോ പകർത്തിക്കൊടുക്കുകയോ മറ്റുള്ളവരിൽ നിന്ന് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ജീവിക്കുന്നവനാണ്. അതിനുവേണ്ടിയല്ലേ ഒരു മാസം ഒരു പക്ഷേ ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ ചെലവഴിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ജനങ്ങളൊക്കെ ഞെരുങ്ങി താമസിച്ചൊരു ഘട്ടമുണ്ട്. 2 വർഷക്കാലം മറക്കാറായിട്ടില്ലല്ലോ. ആ 2 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് പോയത് എങ്ങോട്ടാണെന്നറിയോ? ഓൺലൈനിലേക്ക് വേണ്ടിയാ പോയത്. ഏത് വകുപ്പിലാ പോയത് എന്നും കൂടി അറിയണം. ഏത് വകുപ്പിലാ പോയത്? വഅദ് കേൾക്കാനാണോ? അല്ല. മദ്ഹ് കേൾക്കാനാണോ? അല്ല. അനാവശ്യ ദൃശ്യങ്ങൾ കാണാനും അത് കേൾക്കാനുമാണ്. പുറത്ത് വന്നപ്പോ ഒരു മാസം തന്നെ കോടികളുടെ ചെലവാണ് ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. ആവശ്യ വസ്തുക്കൾക്കൊക്കെ ആളുകൾ ഇങ്ങനെ കഴിവിൻ്റെ പരമാവധി പിടിച്ച് പതുക്കെ പഠിച്ചോനെ ഇക്കൊല്ലം തീരെ ജോലിക്ക് പോകാനാകൂലേ, ഇക്കൊല്ലം ഒന്നും ഉണ്ടാകൂല എന്നൊക്കെ കരുതി ജീവിക്കുമ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ 400, 500, 600 ഈ ലെവലിൽ പോകുന്നതിനൊരു തകരാറില്ലായിരുന്നു. അവിടെയാണ് നമ്മൾ നല്ലോണം ബുദ്ധി വർക്ക് ചെയ്യേണ്ടത്, നല്ലോണം ചിന്തിക്കേണ്ടത്. ഈ പോകുന്നതും കാശാണ്. ഈ കളയുന്ന ദുരുപയോഗപ്പെടുത്തുന്ന സമ്പത്തിനെ പറ്റിയും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ട്. നമ്മൾ ആ പരീക്ഷണത്തിൽ തോൽക്കരുത്, ജയിക്കണം. അള്ളാഹു തന്ന സമ്പത്ത് എങ്ങനെ ചെയ്യുന്നു എന്നല്ലേ അള്ളാഹ് നിരീക്ഷിക്കുന്നത്, എങ്ങനെ കാണിക്കുന്നു എന്നല്ലേ അള്ളാഹു നോക്കുന്നത്. ഈ സമ്പത്തൊക്കെ നമുക്ക് തന്നത്, കാരണമായി വർത്തിച്ച നിമിത്തമായത് റഹമുറാഹിമീനായ റബ്ബ് തആലയാണ്. റബ്ബ് തആല ആ തന്ന സമ്പത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് പരീക്ഷണത്തിലുള്ള വിജയം. വഅസ്റഉകും ഫീ ത്വഅത്തില്ലാഹ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ഏറ്റവും സജീവതയോടെ മുന്നോട്ട് വരുന്നവരുമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സജീവതയോടെ മുന്നോട്ട് വരുന്നവർ എന്ന് പറഞ്ഞാൽ ഫർളായ കാര്യങ്ങൾക്ക് പിന്തിക്കുന്ന സ്വഭാവമില്ല, ഫർളായ അമലുകൾ പിറകോട്ട് വെക്കുന്ന സ്വഭാവമില്ല. എത്ര ഫംഗ്ഷനുകളാണെങ്കിലും സൽക്കാരങ്ങളാണെങ്കിലും സദ്യകളാണെങ്കിലും സദസ്സുകളാണെങ്കിലും അള്ളാഹു നമുക്ക് കാരണമാക്കി വെച്ച ഫർളായ ബാധ്യതകളില്ലേ, പെട്ടെന്നത് നിർവഹിച്ച് മുന്നോട്ട് നീങ്ങുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക, ഹജ്ജ് പെട്ടെന്ന് ചെയ്യൽ നിർബന്ധമില്ലാത്തൊരു അമലാണ്. അതേ സമയത്ത് ആ ഹജ്ജിന് എളുപ്പത്തിൽ സൗകര്യമുണ്ടോ? എന്നാൽ ആദ്യം ആ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആള് അയ്യുഹും അഹ്സനു അമലാ, അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നന്നായി വിജയിച്ച് മുന്നോട്ട് വരുന്നവനാണ്. കടം വീട്ടാൻ ഒരാൾക്ക് കഴിവുണ്ട്. 1-ാം തീയതിയാണ് കടം കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ വീട്ടാൻ അയാളെ കയ്യിലുണ്ട്. എന്നാൽ 1-ാം തീയതി ആകാൻ കാത്തിരിക്കാതെ അതിന് മുമ്പ് തന്നെ കൊണ്ടുപോയി വീട്ടുന്ന ആള്, സമയമായിട്ടില്ല പക്ഷേ ഇപ്പോൾ കയ്യിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട്, എന്നാ പിന്നെ നാളുണ്ടാകുമോ അറിയില്ലല്ലോ, 1-ാം തീയതിയിലേക്ക് നീട്ടിവെക്കേണ്ടതില്ലല്ലോ, ഇപ്പോൾ തന്നെ പോയി ബാധ്യത തീർക്കുക. അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സജീവമായി മുന്നോട്ട് വരിക. സമയമായാൽ ഉടനെ തന്നെ
തന്നെ നിസ്കരിക്കുക. കാരണം ആ സമയം നിസ്കാരത്തിന് ബാധ്യതയായിട്ട് പെരടിയിൽ വന്ന് ഭൂമിയിൽ നിസ്കരിക്കാനുള്ള കാലം ഞാൻ ജീവിച്ചിട്ട് അതിനുശേഷം ഞാനങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, രോഗിയായി കിടപ്പിലായി പോയാൽ, നിർവഹിക്കാനുള്ളൊരു സമയം തന്നിട്ടും ഞാൻ അതിലേക്ക് സജീവതയോടെ മുന്നോട്ട് വന്നില്ല എന്നൊരു തകരാറ് വരാൻ പാടില്ല. പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരം ഒരിക്കലും വൈകിക്കാതെ മുന്നോട്ട് നീങ്ങണം. ഇപ്പോഴും നിങ്ങൾ നോക്ക്, പലരുടെയും മൊബൈൽ ഫോണും അവരെ വാച്ചുമൊക്കെ ബെല്ലടിക്കുന്നത്, അലാരം മുഴങ്ങുന്നത് 6 മണിക്ക് 5:45 5:45 അലാരം മുഴങ്ങി ഉറക്കൊക്കെ മാറ്റി അവർ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് മുസല്ലയിലേക്ക് നിൽക്കുമ്പോഴേക്ക് ഉദയത്തിൻ്റെ സമയമായി പോകുന്നു. കാരണം അവരുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ വന്ന് നിൽക്കുമ്പോഴേക്ക് സമയം തീർന്നുപോയി. അവിടെ പെട്ടെന്ന് സജീവമായിട്ട് അവിടെയാണ് നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങേണ്ടത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ബാധ്യതകളൊക്കെ നിറവേറ്റാൻ അള്ളാഹു തര എളുപ്പം തരട്ടെ. വസിയത്തുകളൊക്കെ പാലിക്കാൻ അള്ളാഹു തര നമുക്ക് എളുപ്പം തരട്ടെ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബൈത്തുൽ മാലിൽ നിന്ന് ആദ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തങ്ങളെ വഫാത്തിന് ശേഷം സ്വത്ത് വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇത് പൊതുകാര്യങ്ങളിലേക്കൊക്കെ എടുക്കുന്നവിടെ നിൽക്കട്ടെ, ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ജനങ്ങളെ വിളിച്ച് സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വഫാത്തിന് മുമ്പ് തങ്ങൾ എന്തെങ്കിലും തരാമെന്ന് ആരോടെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കുണ്ട്. എന്നോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പൊതു ഖജനാവിലേക്ക് സ്വത്ത് വന്നാൽ നിങ്ങൾക്ക് ഇത്രയും തരാം. 2 കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് തങ്ങൾ പറഞ്ഞത്. എന്നാ വരൂ ജാബിറേ, നിങ്ങൾ വരൂ, ഈ സമ്പത്തിൽ നിന്ന് നിങ്ങളെ 2 കൈ കൊണ്ടുവന്ന് വാരണം. മഹാനവറുകൾ ഇങ്ങനെ വാരി നോക്കി, അത് എണ്ണാൻ പറഞ്ഞു. അപ്പോൾ 500 ദിർഹമുണ്ട്. അതിലേക്ക് ഒരു 500 കൂടി ചേർത്ത് കൊടുത്തു, 1000 ദിർഹം കൊടുത്തു. പിന്നെയും ചോദിച്ചു, ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ലെന്ന് ബോധ്യപ്പെട്ട ശേഷം പൊതുകാര്യത്തിന് വേണ്ടി ആ സ്വത്ത് നീക്കിവെക്കുന്നു. എത്ര പെട്ടെന്നാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മരിച്ച ആളുടെ ഹക്കടപാട് വീട്ടുന്നത്. വളരെ പെട്ടെന്ന് നിർവഹിക്കേണ്ട ഒരു അമലാണ്. താമസം വേണ്ട. 3 ദിവസമോ 7 ദിവസമോ 40 ദിവസമോ പിന്തിക്കേണ്ടതില്ല. അന്ന് തന്നെ വീട്ടാൻ കഴിയുമോ? അതാണ് ഏറ്റവും നല്ല കർമ്മം. കടബാധ്യതകളാണെങ്കിൽ പ്രത്യേകിച്ചും, ഹക്കടപാടാണ് വിശേഷിച്ചും, സക്കാത്തും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു തആല ആ മനുഷ്യനെ വിധി എഴുതുന്നത് നല്ല നിലക്ക് പ്രവർത്തിച്ചാണ്. ദുനിയാവിൽ ഇത്ര സമ്പത്ത് കിട്ടിയിട്ടും ആ സമ്പത്ത് കൊണ്ട് ചതിയിലൊന്നും പെടാതെ, ചതിയിലൊന്നും വീഴാതെ, അഹ്സനു അമല, ഹുസ്നുൽ അമൽ, നല്ല കർമ്മം എങ്ങനെയാണ്? അസ്സുഹുദു ഫീഹാ, ദുനിയാവിൽ ത്യാഗം പാലിച്ച് ജീവിക്കണം. ദുനിയാവിലുള്ള ത്യാഗം നിഷിദ്ധങ്ങളോടുള്ള ത്യാഗമാണ്. നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ മുന്നോട്ട് വരും, ഹറാമുകൾ വരും. പുറംതിരിഞ്ഞ് നിൽക്കാനുള്ള മനസ്ഥിതി വേണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ധാരാളം ഓരോ ദിവസവും കുമിഞ്ഞുകൂടി വരികയാണ്. നമ്മൾ അതിനോട് സഹകരിക്കുന്നത് കുറയണം. നിസ്സഹകരണം പാലിച്ച് പലതിനെയും തിരുത്തേണ്ടതുണ്ട്. ഉമ്മമാരെ, സഹോദരങ്ങളെ, പല രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. നിങ്ങൾ നോക്ക്, കല്യാണങ്ങളും സൽക്കാരങ്ങളുമായിട്ട് ദൂർത്തുകൾ വരുന്നുണ്ട്, അനാവശ്യ ചെലവുകൾ. കൂട്ടത്തിൽ ഒരു അനാവശ്യ ചെലവാണ് അർദ്ധനഗ്നരായ സഹോദരിമാരെയും അവർക്കൊത്ത സഹോദരങ്ങളെയും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ജനങ്ങളെ മുന്നിൽ കേൾക്കാൻ പറ്റാത്തത് മ്യൂസിക്കിലും കൊട്ടിലും മുട്ടിലുമായി പാട്ട് പാടിയങ്ങ് തിമിർക്കുക. അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുക.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ടുപാടാൻ അനുവാദം തന്നിട്ടുണ്ട്. ബദരീങ്ങളെപ്പറ്റി കല്യാണത്തിൻ്റെ അന്ന് പാട്ടുപാടുന്ന തങ്ങൾ ഇരുന്ന് കേട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം, റുബയ്യ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, റുബയ്യ ബിൻതു മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ റുബയ്യ ബീവി പറയുന്നു, എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു. ഒരു കട്ടിലിൽ തങ്ങൾ ഇരുന്നു. ചെറിയ കുട്ടികൾ യദ്രിബിന ബിദ്ദുഫി, ദഫ് മുട്ടുന്നു. യന്ദുബിന മൻ ഖുതില മിൻ അബായിഹിന്ന യൗമ ബദർ, ബദർ യുദ്ധത്തിൽ ഷഹീദായി പോയ ഉപ്പാപ്പമാരെ പറ്റി ആ മക്കൾ അങ്ങനെ പാട്ടുപാടുന്നു. തങ്ങൾ കട്ടിലിൽ ഇരുന്നിട്ടത് കേൾക്കുന്നു, ആനന്ദിക്കുന്നു. കൂട്ടത്തിൽ തങ്ങൾ വന്നു എന്നറിഞ്ഞപ്പോ ഒരു കുട്ടി പറഞ്ഞു, വാഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി അറിയുന്ന ഒരു നബി നമ്മളിലുണ്ട്. ആ നബി ഈ സദസ്സിലെത്തിയിട്ടുണ്ട്. സന്തോഷം കൊണ്ട് ആ വരി ഇടയിലൊന്ന് പാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർദ്ദേശിച്ചു, എൻ്റെ മദ്ഹ് നിങ്ങൾ എപ്പോഴും പാടുന്നതാണ്, എപ്പോഴും കേൾക്കുന്നതാണ്. നേരത്തെ പാടിയ ബദരീങ്ങളെ മദ്ഹ് തന്നെ പാടൂ. ദഈ ഹാദിഹി വഖൂലി ബില്ലദീ കുന്തി തഖൂലീൻ. അവിടെ ബദരീങ്ങളെ മദ്ഹ് പാടാൻ സമ്മതം തന്നത്, അത് സുന്നത്താക്കി പഠിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ബദരീങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാനാരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മദ്ഹും പാടണം, ബുർദ ചൊല്ലണം, അതിരുന്ന് കേൾക്കണം, ആനന്ദിക്കണം, ദഫ് മുട്ടണം. അതൊക്കെ സുന്നത്താണ്. അതേ സമയത്ത് ആ പരിധിക്കപ്പുറമുള്ള ശബ്ദകോശങ്ങൾ, ആ പരിധിക്കപ്പുറമുള്ള പ്രദർശനങ്ങൾ സുബ്ഹാനല്ലാഹ് തീർത്തും നിഷിദ്ധമാണ്. നമുക്കത് പറ്റിയതല്ല. നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദികേടാണത്. ദുനിയാവിലുള്ള ഏറ്റവും നല്ല പ്രവർത്തനം ദുനിയാവിൽ ത്യാഗം പാലിക്കലാണ്, സുഹുദോടുകൂടെ ജീവിക്കലാണ്, നിഷിദ്ധങ്ങളായ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. എത്ര വലിയ സ്ഥാനത്തെത്തിയിട്ടും ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ആകർഷിപ്പിക്കുന്ന വിധം വിശന്ന് ഇരിക്കുന്ന സമയത്ത് നല്ല സുപ്രയില് സ്വർണപാത്രത്തിലും വെള്ളിക്കോപ്പയിലുമായി അന്നപാനീയങ്ങൾ നിറഞ്ഞ രീതിയിൽ വന്നപ്പോ മഹാനവറുകളെ മനസ്സിൽ വേഗം ഓടിയത്, ആ വന്ന ആ സുപ്രയുടെ അപ്പുറത്തുനിന്നൊരു ശബ്ദം വന്നു, ഓ അബ്ദുൽ ഖാദിർ എന്നവരെ, അഹ്ലൽതു കമാ ഹറംതു അലൈക, നിങ്ങൾക്ക് ഹറാമാക്കിയത് ഞാൻ ഹലാലാക്കി തന്നു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ഞാനിപ്പോ വലിയ സ്ഥാനത്തായപ്പോ എനിക്കൊരു ചെറിയ കൺസെഷൻ കിട്ടിയതാണ്, നിയമ ഭേദഗതിയൊക്കെ കിട്ടിയതാണ്, കാരണം ഞാൻ വലിയ സ്ഥാനത്തെത്തിപ്പോയില്ലേ എന്നല്ല, ഹറാമാക്കിയത് ഹലാലാക്കി തന്നൂന്നോ. ഹലാലും ഹറാമും നിയമത്തിൽ ഒരു ഭേദഗതി വരേണ്ടത് ആർക്കാണ്? ശൈഖ് ജീലാനി തങ്ങൾ ചിന്തിക്കുന്നു, അവിടുത്തെ ഉപ്പാപ്പയായ നമ്മുടെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് നിയമത്തിന്റെ ഭേദഗതി വരേണ്ടത്. എനിക്കിനി ഒരു ഹലാലും ഹറാമായി മാറൂല. മുത്തുനബി തങ്ങൾ എന്തൊക്കെ ഹറാമാക്കി പഠിപ്പിച്ചോ അതൊക്കെ എനിക്ക് ഹറാമാണ്, അവിടുന്ന് ഹലാലാക്കി പഠിപ്പിച്ചതൊക്കെ എനിക്ക് ഹലാലാണ്. സ്വർണപാത്രം നബി തങ്ങൾ കാലത്തുണ്ട്, തങ്ങളങ്ങനെ കണ്ടിട്ടുണ്ട്. വെള്ളിക്കോപ്പയും അന്നുണ്ട്, അതിൽ കുടിച്ചിട്ടില്ല, സ്വർണപാത്രത്തിൽ ഭുജിച്ചിട്ടില്ല, പിന്നെ എനിക്കെങ്ങനെ ഹലാലാകാനാണ് എന്ന നീയത്തോടെയാണ് ഒറ്റ തട്ട് കൊടുത്തത്. ആ തട്ടോടുകൂടെ ഈ സുപ്രയും ഈ പാത്രങ്ങൾ മുഴുവനും കരിമ്പുകയായി മേലോട്ട് പൊങ്ങി. ലികുല്ലി വലിൻ ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ വലികളും
ഓരോ നബിവാശി ഞാനെൻ്റെ സീബാവ കാൽവാശി എന്നോവർ. ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ കടുത്ത വിശപ്പിലല്ലേ ഉസ്താദ അന്നപാനീയങ്ങൾ കാണുന്നത്, പിന്നെ എത്ര പെട്ടെന്ന് ഉസ്താദ് അതിനെ തട്ടിമാറ്റാനുള്ള കാരണം എന്താണ്? മഹാനവർകൾ പറഞ്ഞ മറുപടി, ഭക്ഷണത്തിലേക്ക് ആവശ്യമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ശരിയാണ്, പക്ഷേ അതിൽ നിന്ന് വന്നൊരു ശബ്ദകോശമുണ്ടല്ലോ, നിങ്ങൾക്ക് ഹറാം ഹലാലാക്കി തന്നുള്ളത്, അത് കേട്ടപ്പോഴേക്ക് തന്നെ ഇതെന്നെ പറ്റിക്കാനാണ്, എന്നെ ചതിക്കാനാണ്, ഇതെനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല, തീർത്തും ഹറാമാണ് എന്ന് മനസ്സിലാക്കി ഇത് ഹലാലായി മാറേണ്ടിയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്, തങ്ങൾ ഹലാലാക്കി തന്നിട്ടില്ലല്ലോ. ആ ഒരു വാക്കങ്ങ് കേട്ടപ്പോ ഞാനങ്ങ് പ്രതികരിച്ചു പോയി. അത് വല്ലാത്തൊരു സുഹൃതാണ്. അത്രയും കടുത്ത വിശപ്പ് എന്ന് പറഞ്ഞാൽ മുന്നിൽ വന്നിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വസ്തുക്കളുടെ ശവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിന്നൽ ഹലാലായി തീരുന്ന ഒരു പരിവേശത്തിലാണ് ഇരിക്കുന്നത്. ആ ഒരു ഘട്ടം നോക്കിയിട്ടാണ് പറ്റിക്കാൻ വന്നത്. അവിടെയാണ് അവരുടെ സുഹൃദ്. ആ സുഹൃദ് കൊണ്ടാണ് വലിയ വിജയം നേടിയത്. അത് സുഹൃദ് കൊണ്ട് ജീവിച്ചപ്പോൾ ലോകത്തുള്ള മഹാന്മാര് മുഴുവനും വിളിച്ചങ്ങ് പോയി, യാ ഗൗസുൽ അഅ്ലം മുഹിയുദ്ദീനി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു കൊടുത്ത വലിയ സ്ഥാനപ്പേര് ലോകത്തുള്ള മഹാന്മാര് മുഴുവനും വിളിച്ചുപോയി. സുഹൃദിന്റെ മഖാമ് ദുനിയാവിൽ നമുക്ക് വേണ്ട ഒരു മഖാമാണ്. അനാവശ്യങ്ങൾ എപ്പോഴും മുന്നിലേക്ക് ഇങ്ങനെ ചിറക് വിരിച്ചു വരും. സുബ്ഹാനല്ലാഹ്, നോ പറയാനുള്ള കഴിവ് വേണം, അള്ളാഹു തരട്ടെ. വീടുണ്ടാക്കുമ്പോൾ നമുക്ക് ഫോൺ കോൾ വരും, വണ്ടി വാങ്ങിയാൽ നമുക്ക് ഫോൺ കോൾ വരും. ഇതൊന്നും അറിയാതല്ലേ ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളോട് നമ്മളോടുമാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ കടം വീട്ടാനുള്ള കാശ് മറ്റൊരാളെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ അപ്പോഴേക്കതാ ഒരുപാട് ആളുകൾ വിളിക്കാൻ തുടങ്ങി. എന്തിനാ വിളിക്കണത്? ലോണ് വേണോ എന്ന്, സഹായത്തിന്. പലിശല്ല, പേര് മാറി, ലോണ്. പലിശ എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇത് ലോണാണ്, ലോണ് വേണം. എത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എത്ര എത്ര സോപ്പിട്ടിട്ടാ വിളിക്കുന്നത്? എത്ര നേരാ ചോദിക്കുന്ന ചോദ്യം? ചോദിക്കല്ലേ. ഒരാൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ഒരു 10,000 റുപ്യ കടം വീട്ടാൻ അയാൾക്ക് ഇട്ടുകൊടുത്തു, അക്കൗണ്ടിൽ ഇട്ടുകൊടുത്താണ്. അപ്പോൾ അവിടുന്ന് വിളി വന്നു, നിങ്ങളെ കയ്യിൽ കാശുണ്ടോ? ഇവിടെ നല്ല വരുമാനം ഉണ്ടാകുന്നൊരു തസ്തിക ഉണ്ട്, അതിൽ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിൽ പലിശയുമായി ബന്ധപ്പെട്ടുണ്ടോ? പലിശയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വീകരിക്കണ്ട. എന്തായാലും അർത്ഥം, അതതിൻ്റെ വഴിക്ക് ഞങ്ങൾ എടുത്തോളും, നിങ്ങൾ ബാക്കിയുള്ളത് നിർത്താൻ മതി. അതാണ് പറഞ്ഞത്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് വരുമാനം മാത്രമേ തരുള്ളൂ. അപ്പം മറ്റേത് നമ്മൾ എടുത്തോളാം. അതിൻ്റെ അർത്ഥം അതാണ്. അത് നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് തരൂല, നിങ്ങൾക്കത് പറ്റൂലല്ലോ, അതുകൊണ്ട് തരൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുമ്പൊരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളെന്തിനാ പേടിക്കുന്നത്? നിങ്ങളെപ്പോലത്തെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ, അക്കൗണ്ടുള്ള ആൾക്കാർ. അവരതിൽ ബാലൻസ് വരുന്ന ആ ബാക്കിയുള്ള ആ വേസ്റ്റായിട്ടുള്ള പണം, ആർക്കും അവകാശമില്ലാത്ത പണമല്ലേ, ആ പണം കാര്യമായിട്ട് അവരുപയോഗിക്കുന്നു പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി. പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി കെട്ടുകെട്ടായി ഇവിടുന്ന് എടുത്തുകൊണ്ടുപോവുകയാണ്. അപ്പോൾ കൂട്ടത്തിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അയാൾ മുസ്ലിം അല്ല, അയാൾ പറഞ്ഞു പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാത്രമൊന്നല്ല, സക്കാത്ത് കൊടുക്കാനും കൊണ്ടുപോകണ്ട് എന്ന് പറഞ്ഞു. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്താണ്, അവർക്കറിയാതൊക്കെ. സക്കാത്ത് നമുക്ക് നിർബന്ധമാണെന്നൊക്കെ ആർക്കറിയാത്ത അറിയില്ലേ? എല്ലാവർക്കും അറിയാതെ സക്കാത്ത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണെന്ന് അറിയില്ലേ? അതിനും കൊണ്ടുപോകാറുണ്ട് എന്ന്. ഞാൻ അപ്പം പറഞ്ഞു, മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വീടുണ്ടാക്കുന്ന സമയത്ത് വിളി വരൂലേ? എത്ര വേണ്ടത്? എല്ലാറ്റിനും വിളി വരും. അവിടെയാണ് അയ്യുഹും അഹ്സനു അമലാ. എൻ്റെ ശബ്ദം ശവിക്കുന്ന സഹോദരിമാരെ, വായ്പ ലോണെന്ന് പറഞ്ഞ് ശതമാനം കുറഞ്ഞ പലിശ ധാരാളം സ്ഥലങ്ങളിൽ കറങ്ങുന്നുണ്ട്. ഒരുപാട് ബോർഡുകൾ അങ്ങനെ കാണാറുണ്ട്.
ത്യാഗം ചെയ്ത് ജീവിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ദുനിയാവിൽ നമുക്ക് വിജയിച്ച് കയറാൻ പറ്റുന്നത്. എല്ലാ മേഖലകളിലും വന്നുപോയി സ്വീകരിക്കണ്ട. ജനങ്ങളൊന്നും ക്യൂ നിൽക്കുന്നത് കാണൂല. ഒന്ന് ബട്ടണമർത്തിയാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് അങ്ങനെ വന്നു ചേരുകയാണ്. പഴയ കാലത്തെ പോലെ അത് കൊടുക്കുന്ന സ്ഥലത്ത് പോയി വരിയിൽ നിന്നിട്ടൊരു ബുദ്ധിമുട്ട് ഇന്നില്ല. ഇന്ന് ത്യാഗം പാലിക്കൽ കൂടുതൽ വേണം. ഇങ്ങോട്ട് അയച്ചു തരികയാണ്, അഡ്രസ്സും കാര്യങ്ങളും വിട്ടുകൊടുത്താൽ മതി, ഒരൊറ്റ നമ്പർ അയച്ചു കൊടുത്താൽ മതി, അവരിങ്ങോട്ട് വിട്ടുതരികയാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ATM ഒന്ന് വലിച്ചാൽ മതി. ATM ഒന്ന് ഏതാ വലിക്കുന്നത് എന്ന് ആൾക്കാർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇഷ്ടം പോലെ ഒഴുകുന്നു, ചൂഷണോപാധികമായി ഇഷ്ടം പോലെ ഒഴുകുന്നു. ദുനിയാവിൽ പെട്ടെന്ന് മുതലാളിയാകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ചെയ്യുന്നത് നോക്ക് നിങ്ങൾ. നിഷിദ്ധമായ ശൈലികളാണ് കൂടുതലും. അതിൽ ചെറിയ ആ കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും വരെ പ്രതി ചേർക്കപ്പെട്ടു പോയില്ലേ? നമ്മൾ വായിച്ചില്ലേ? ലക്ഷങ്ങൾ കോടികൾ വില വരുന്ന ലഹരി വസ്തുക്കൾ വിൽക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് വേഷം ധരിച്ച് ഇറങ്ങിപ്പോയി. ആ കുട്ടിയുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഒരു വർഷം കൊണ്ട് എനിക്ക് 2-3 കോടികളുടെ ഉടമസ്ഥയാകണം. അതിനാണ് ഒരു വർഷം കൊണ്ട് കോടിപതിയാകണം. അതിന് കൂലിപ്പണിയെടുത്താൽ കഴിയോ? അതിന് ഏറ്റവും നല്ലത് ഈ 4 അക്ഷരമുള്ളതാണ്, വിറ്റാൽ മതി. അതിപ്പോ അങ്ങളാ പറയണ മുസ്കിറൊന്നല്ല, മസ്തൊന്നല്ല, പേര് മാറിയില്ലേ? പേര് മാറിയ പിന്നൊക്കെ മാറിയില്ലേ? അതൊരു പുതിയ സംഘടന. അപ്പോ പുതിയ രൂപത്തിലുള്ള പേര് മാറുന്നത് വിൽക്കുക. അത് വിൽക്കാൻ വേണ്ടി ഏത് മാർഗങ്ങളും സ്വീകരിക്കുക. സ്ത്രീകളും പുരുഷന്മാരും അകപ്പെട്ടു പോയിരിക്കുന്ന രംഗം നോക്ക് നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിനേക്കാളും വിറ്റയിക്കപ്പെടുന്ന ഒന്നാണ് അനാവശ്യ രൂപങ്ങൾ. അനാവശ്യ രൂപത്തിലുള്ള അനാവശ്യ രൂപത്തിലുള്ള കാണാനും കേൾക്കാനും പറ്റാത്ത രൂപത്തിലുള്ള തരത്തിലുള്ള ഒരു മനുഷ്യന് നോക്കി നിന്നാൽ ഒരു ചെറിയ മാന്യതയുള്ളവന് അറപ്പുളവാക്കുന്ന രീതിയിലുള്ള സെക്സ് മാത്രമുള്ള അനാവശ്യങ്ങൾ മാത്രം സംസാരിക്കുന്ന രൂപഭാവങ്ങൾ മാത്രം കാണിക്കുന്ന വീഡിയോകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെടുന്നു. അതിനും വേണ്ടി കാശ് ചെലവഴിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അതാ കൊട്ടേഷൻ സംഘങ്ങളിൽ മെമ്പറായി ചേർന്ന് 1-2 ആളുകളെ കശാപ്പ് ചെയ്യുമ്പോഴേക്ക് കീശയിലേക്ക് കാശ് വന്നുപോയി 10 ലക്ഷം. അപഹരിക്കുന്ന രൂപവും തസ്കര രൂപവും വർദ്ധിച്ച് വരികയാണ്. ദുനിയാവിലുള്ള സുഹൃദാണ്. ഇതിനോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കാനുള്ള സുഹൃദ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. മുന്നിലേക്ക് ദുനിയാവ് ഇങ്ങനെ മാടി വിളിച്ച് മുന്നിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഹലാലായത് മാത്രം എടുത്ത് സ്വീകരിക്കണം. ഏറ്റവും വലിയ സാഹിദ് ദുനിയാവിൽ ആരാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആവശ്യത്തിന് വേണ്ടി അല്ലാഹു തആല കൊടുത്ത സ്വർണ്ണമല വേണ്ടാന്ന് വെച്ച നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹുദ് മല തങ്ങളെ മുന്നിലേക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. സ്വർണ്ണമലയായിട്ട് തങ്ങൾക്കതെടുക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം, പരീക്ഷണത്തിനല്ല, പരിശോധനക്കല്ല. തങ്ങൾ പറഞ്ഞു വേണ്ട, എനിക്കത്തരത്തിലുള്ളൊരു സമ്പത്ത് വേണ്ട നീ തന്നതിൽ ഞാൻ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ റെഡിയാണ്. വാക്കദത്ത് സുഹുദഹു ഫിഹാ ളറൂറതുഹു ഇന്നൽ ളറൂറത ലാ തഅദു അനിൽ ഇസ്മി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗം എത്രമാത്രം വലിയ ത്യാഗമാണ്. സ്വഹാബത്തിന്റെ ത്യാഗം എത്രമാത്രം വലിയ ത്യാഗമാണ്. ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടം പോലെ സമ്പത്തും സ്ഥാനമൊക്കെ കൊടുക്കാം. നിങ്ങൾ ഇങ്ങോട്ട് പോരി. വെറുതെ ആ മദീനയിൽ നിങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിണങ്ങിയിട്ട് എല്ലാവരും സലാമൊന്നും പറയാതെ നിങ്ങളിങ്ങനെ നടക്കല്ലേ. അപ്പോൾ ഗൊസ്സാൻ രാജാവിൻ്റെ വക ഒരു കത്ത്. ഗൊസ്സാൻ അല്ലട്ടോ, അയിനിൻ്റെ മേലെ പുള്ളിട്ടോ ഗൊസ്സാൻ രാജാവിൻ്റെ വക ഒരു കത്ത്. ആ കത്തിലുള്ളത് നിങ്ങളെ നേതാവുങ്ങൾ ഒഴിവാക്കിയില്ലേ, നിങ്ങൾക്ക് അധികാരവും പണമൊക്കെ തരാം, നിങ്ങൾ ഇങ്ങോട്ട് പോരി,
നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ചെറുപ്പക്കാരനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ മുന്നിൽ വരുന്നൊരു സമ്മർദ്ദമാണ്. മഹാനവറുകൾ ആ കത്ത് ഇങ്ങനെ വലിച്ചു കീറി അടുപ്പിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഹാദാ അയ്ളം മിനൽ ബലാ, ഇതും അല്ലാഹു എനിക്ക് നൽകിയൊരു പരീക്ഷണം തന്നെയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒഴിവാക്കി മറ്റൊരു രാജാവിന്റെ കീഴിൽ പോയി നിൽക്കുകയോ? എനിക്കതിന് സാധ്യമല്ല. മദീന വിട്ട് നേതാവിനെ വിട്ടു പോകാനാണ് രാജാവ് വിളിക്കുന്നത്. സ്ഥാനം തരാം, സമ്പത്ത് തരാം, നിങ്ങൾ ഇങ്ങോട്ട് വരൂ. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത രൂപത്തിലുള്ള ത്യാഗബോധമില്ലേ? അതും എപ്പോഴാണ്? ബഹിഷ്കരണം നടപ്പിലാക്കിയ 50 ദിവസമുണ്ട്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള ബഹിഷ്കരണമാണ്. ആ ബഹിഷ്കരണ കാലയളവിലാണ് ഇങ്ങനൊരു കത്ത് വരുന്നത്. മഹാനവറുകൾ ഇത് വലിച്ചു ചീന്തിക്കളഞ്ഞു. സഹോദരങ്ങളെ, പറ്റാത്തതിലേക്ക് ദുന്യാവ് മാടി വിളിക്കുമ്പോ അതിനോട് നോ പറയാനുള്ള കഴിവ് വേണം. എന്നാൽ അഹ്സനു അമല, ഏറ്റവും നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നവരായി ഇനി അള്ളാഹു നമ്മളെ വല്ല സ്വത്തിന്റെയും ഉടമസ്ഥരാക്കി മാറ്റിയാലോ, വല്ല അധികാരത്തിന്റെയും ആളുകളാക്കി മാറ്റിയാലോ, അർഹതയുള്ള ആളുകളിലേക്ക് അത് കൊടുക്കാനുള്ള ത്യാഗബോധവും നമുക്കുണ്ടാകണം. നിങ്ങൾ കണ്ടില്ലേ, ഭരണാധികാരികളിൽ വലിയ നീതിബോധത്തോടെ ഭരിച്ച് നാട് മുഴുവനും നീതി നിറച്ച ഭരണാധികാരിയാണ് സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ചെറിയ കാലയളവേ ഭരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഭരണത്തിന്റെ സൗന്ദര്യം ഒരുപാട് കാലം ജനങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ആ ഭരണകാലഘട്ടത്തിൽ താബീങ്ങളിൽപ്പെട്ട ചില മഹാന്മാർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ അവർ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തി. എന്താണ് അവർ കാണുന്ന കാഴ്ച? ആടുകളും ചെന്നായ്ക്കളും സൗഹൃദം പാലിച്ച് മേഞ്ഞു നടക്കുന്നു. സാധാരണക്ക് എതിരാണ്. ചെന്നായ്ക്കളെ കണ്ടാൽ ആടുകൾ ഓടും, ആടിനെ പിടിക്കാൻ ചെന്നായ പിന്നാലെയും ഓടും. സുബ്ഹാനല്ലാഹ്, ഇത് രണ്ടും ഒരേ പുൽമേടിൽ സൗഹൃദം പാലിച്ചുകൊണ്ട് മേഞ്ഞു നടക്കുന്നു. അപ്പാ മഹാന്മാര് പറഞ്ഞു, ഈ നാട്ടിലെ ഖലീഫ, രാജ്യം ഭരിക്കുന്ന ഖലീഫ, എല്ലാവർക്കിടയിലും നീതി ഉണ്ടാക്കി ഈ ആടുകളെയും ചെന്നായകളെയും വരെ നീതിബോധത്തോടെ സൗഹൃദത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചു. ആടിനെ കണ്ട് ചെന്നായി ഓടുന്നില്ല, ചെന്നായ വരുന്നുണ്ട് എന്ന് എഴുതിയിട്ട് ആട് ഓടുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ് അതേ മഹാന്മാരാ നാട്ടിലൂടെ പോകുമ്പോൾ നേരത്തെ കണ്ട കാഴ്ചക്ക് വിപരീതമാണ് കണ്ടത്. ആടുകളെ പിന്നാലെ ചെന്നായ ഓടുന്നു, ചെന്നായനെ പേടിച്ച് ആട് ഓടുന്നു. അപ്പം അവർ പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ വന്നപ്പോൾ കണ്ടിരുന്ന ആ ഒരു നീതിയുടെ സൗന്ദര്യം, അതിന് നേതൃത്വം നൽകിയ ഭരണാധികാരി ഇപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. വന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ 2-3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴേക്ക് അവസ്ഥകൾ മാറിയിട്ടുണ്ട്. ആ മാറിയ അവസ്ഥയാണ് ഭൂമി ലോകത്തെ കണ്ടത്. അത്രയും നീതിയോടെ ഭരിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ അറബികളിൽ നിന്നൊരു സംഘം ആളുകൾ വന്നിട്ട് മഹാനവറുകളോട് സംസാരിക്കുകയാണ്. വലിയ ക്ഷാമം പിടിപെട്ടൊരു കാലം. ഒരാൾ വന്നിട്ട് പറഞ്ഞു, കൂട്ടത്തിൽ നേതാവായിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് വന്നിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, കുടുംബം പോറ്റാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഇവിടെ ബൈത്തുൽ മാലിൽ, പൊതുഖജനാവിൽ ഒരുപാട് സ്വത്തില്ലേ. ആ സ്വത്ത് ഒരുപക്ഷെ 3-4 രൂപത്തിലാണല്ലോ ആ സ്വത്ത് ഉപയോഗിക്കേണ്ടത്. ഒന്നുകിൽ ആ സ്വത്ത് അള്ളാഹുവിനാണ്, അല്ലെങ്കിൽ ആ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ സ്വത്ത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കൊടുക്കാനുള്ളതാണ്. അള്ളാഹുവിനാണ് ആ സ്വത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഇപ്പോൾ ആ സ്വത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അള്ളാഹു ഗനിയുൻ ഹമീദ്, അള്ളാഹു തആല നിരാശ്രയനല്ലേ, ആരിലേക്കും ആശ്രയിക്കാതെ ഐശ്വര്യമുള്ള ആളല്ലേ. പിന്നെ അള്ളാഹുവിന് ആ സ്വത്ത് വേണ്ട. നിങ്ങൾക്കാണ് ആ സ്വത്തിന്റെ മുഴുവൻ അവകാശമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സ്വതഖ ചെയ്യണം. ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ, സമ്പത്ത് ദാനം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല നല്ല പ്രതിഫലം കൊടുക്കും. അതല്ല, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കൂടി അവകാശപ്പെട്ട സ്വത്താണ് ബൈത്തുൽ മാലിലെ സ്വത്തെങ്കിൽ
അവർക്കുള്ള വിഹിതങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും തോതനുസരിച്ച് കൊടുക്കണം. ഈ ഒരു ഉപദേശം ഒരാൾ വന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്നിട്ട് ആ പറഞ്ഞ ആളോട് പറഞ്ഞു, മോനെ, ഇന്നൽ അംറ കമാ ദക്കർത, കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എഴുതിയെടുത്തു. എന്നിട്ട് പൊതുഖജനാവിൽ നിന്ന് വേണ്ട സ്വത്ത് കൊടുത്തു. ആ സംഘം അവിടെ നിന്ന് സന്തോഷത്തോടെ പടിയിറങ്ങുമ്പോ നേരത്തെ ഇത് വന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ആവശ്യം മുഴുവനും ഞാൻ പരിഗണിച്ചില്ലേ? എൻ്റെ ആവശ്യത്തെപ്പറ്റി നിങ്ങളും അല്ലാഹുവോടൊന്ന് ചോദിക്കണേ. നിങ്ങളെൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പോ വരൾച്ച അനുഭവിച്ച് പ്രതിസന്ധി അനുഭവിച്ച് വന്ന് വിഷയം പറഞ്ഞപ്പോഴേക്ക് വേണ്ട ആവശ്യങ്ങൾ മുഴുവനും ഞാൻ അല്ലാഹു ഏൽപ്പിച്ച സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നല്ലോ. ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ലല്ലോ, പിശുക്കി വെച്ചിട്ടില്ലല്ലോ, എൻ്റെ സ്വന്തം കാര്യത്തിനെന്ന് കരുതി വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ ആവശ്യം ഞാൻ കേട്ട് പൂർത്തീകരിച്ചതുപോലെ എൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് തരാൻ നിങ്ങളൊന്ന് അല്ലാഹുവിനോട് പറയണേ. അപ്പോഴേക്കാ മനുഷ്യൻ കൈ മേൽപോട്ടുയർത്തിയിട്ട് പറഞ്ഞു, ഇലാഹി ബിഇസ്സതിക വജലാലിക, പടച്ച റബ്ബേ, നിന്റെ പ്രതാപം കൊണ്ട് ചോദിക്കുന്നു, നിന്റെ ബഹുമാനം കൊണ്ട് ചോദിക്കുന്നു. ഇസ്നഉ മാ ഉമറ കമാ സനഅ മാ ഇബാദിക. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് ആ മഹാനുഭാവൻ നിന്റെ അടിമകളായ ഞങ്ങളോട് സ്വീകരിച്ച നിലപാട് പോലെ മഹാനവർകൾക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ചോദ്യം തീരുന്നതിന്റെ മുമ്പ് തന്നെ നല്ല മഴയങ്ങ് വർഷിച്ചു. ആ മഴ വർഷിച്ചപ്പോൾ വലിയ വലിയ ഹിമക്കട്ടകൾ, ജനങ്ങൾ എടുത്ത് ഭക്ഷിക്കുന്ന നല്ല നല്ല മഞ്ഞുകട്ടകൾ താഴോട്ട് വീണു. താഴോട്ട് വീണ ആ മഞ്ഞുകട്ടയിൽ ഒരു ഭാഗത്ത് മഞ്ഞുകട്ട വീണപ്പോൾ ഒരു പാത്രത്തിന്റെ ഒരു ഭാഗം മഞ്ഞുകട്ടയായിട്ടൊരു പാത്രം വീണപ്പോൾ അതിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. അതിൽ നിന്നൊരു കടലാസ് പുറത്തേക്ക് വന്നു. ആ കടലാസ് ജനങ്ങൾ എടുത്തു നോക്കുമ്പോ ഹാദിഹി ബറാഅത്തും മിനല്ലാഹിൽ അസീസ് ഇലാ ഉമർ ബിൻ അബ്ദുൽ അസീസ് മിനന്നാർ. ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് ആവശ്യം പോലെ എടുത്തു വെക്കാതെ ചെലവഴിച്ചത് കൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള മോചനപത്രമാണ്. ഇത് ദുനിയാവിൽ അല്ലാഹു സമ്പത്ത് ഏൽപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു ത്യാഗബോധമാണ്. ആ സമ്പത്ത് പിഴുതെടുക്കാനോ അതുകൊണ്ട് അവനവന്റെ ശരീരവും കുടുംബവും മാത്രം സേവിക്കാനോ അല്ല. പൊതുഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടത് അവരെ പിന്നിലുള്ള പ്രജകൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനാണ്. അതും ദുനിയാവിലുള്ളൊരു ത്യാഗമാണ്. ദുനിയാവിന്റെ വഞ്ചനയിൽ പെട്ടുപോകരുത്. വൽ ഖനാഅതു ബിൽ യസീരി മിൻഹാ, ദുനിയാവിൽ നിന്ന് അല്ലാഹു നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ടു ജീവിക്കണം. ആ തൃപ്തി നമ്മുടെ മനസ്സിൽ അല്ലാഹു തന്നതിനോടുള്ള ശുക്റാണ്. കുറച്ചേ അല്ലാഹു തന്നിട്ടുള്ളൂ. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോ ആ ഉള്ളത് തന്നെ ധാരാളമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുത്ത സമ്പത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ ഇദാ അൻത ദാ ഖൽബിൻ ഖനൂഇ ഇദാ കുൻത ദാ ഖൽബിൻ ഖനൂഇ ഫഅൻത വമാലികു ദുനിയാ സവാഉ. നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സുള്ള ആളാണെങ്കിൽ നീയും ഇഷ്ടം പോലെ അള്ളാഹു ദുനിയാവിൽ സമ്പത്ത് കൊടുത്ത ആളും രണ്ടുപേരും ഒരുപോലെയാണ്. ഇഷ്ടം പോലെ ഉള്ള ആൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നുള്ള തൃപ്തിയാണ്. നിനക്കോ അല്ലാഹു തആല ഇത്രയെങ്കിലും എനിക്ക് തന്നല്ലോ എന്നുള്ളൊരു തൃപ്തിയാണ്. അപ്പൊ രണ്ടാളും ഒരേ സ്ഥാനത്തായി. അതുകൊണ്ട് കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെട്ട അല്ല തന്നതിൽ അൽഹംദുലില്ലാ സന്തോഷാണെന്ന് പറയാനുള്ള മനസ്സ്, അത് വല്ലാത്തൊരു മനസ്സാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതും ദുനിയാവിലുള്ള നല്ല ഒരു പ്രവർത്തനമാണ്. പിന്നെ ദുനിയാവിനെ അല്ലാഹു തആല പരിപാലിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ പരിപാലിച്ച്
നല്ലോണം ദുനിയാവിനെ പറ്റി ചിന്തിച്ച് ആ ദുനിയാവിലുള്ള സൗകര്യങ്ങളൊക്കെ പടച്ച റബ്ബിനെ അറിയുന്നതിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ള മാർഗങ്ങളാക്കി വെക്കണം. ദുനിയാവിൽ അല്ലാഹു തന്ന സൗകര്യങ്ങൾ മുഴുവനും ശറഅ് പഠിപ്പിച്ചതുപോലെ സുഖിക്കണം, അതിലപ്പുറം സുഖിക്കരുത്. ആ ദുനിയാവിൽ നിർവഹിക്കേണ്ട ബാധ്യതകൾ, നന്ദികൾ നിർവഹിക്കണം. അങ്ങനെ നിർവഹിച്ച് ജീവിക്കുമ്പോ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, ഏറ്റവും നല്ല രൂപത്തിൽ അധ്വാനിച്ച വ്യക്തിയായി തീരാൻ കഴിയും. സമയങ്ങൾ ആ രൂപത്തിലേക്ക് തിരിക്കണം. അള്ളാഹു നൽകിയ സമയങ്ങൾ ഒന്നും വെറുതെയാക്കി കളയരുത്. 24 മണിക്കൂർ സമയം നമുക്ക് അള്ളാഹു തന്നത്, 24 മണിക്കൂറും അള്ളാഹുവിൻ്റെ ത്വഅത്തിലായി തിരിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയാണത് തിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നിയ്യത്ത് നന്നാക്കിയാൽ ആ കഴിക്കുന്ന ഭക്ഷണത്തിന് ഹലാൽ എന്ന പരിവേഷത്തിൽ നിന്ന് മാറി അള്ളാഹു അതിന് പ്രത്യേകതരം കൂലി നൽകുകയാണ്. അതൊരു പുണ്യകർമ്മമായി മാറുന്നു. ഹലാലിന് പ്രത്യേകം കൂലിയില്ല, കുറ്റവുമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ റബ്ബിനെ ഇബാദത്തെടുക്കാനും ദീനിന്റെ ഖിദ്മത്തിനും കുടുംബത്തിനെ അധ്വാനിക്കാനും നല്ല ആരോഗ്യത്തിന് വേണ്ടിയാണ് ഉറങ്ങുന്നത്. നിയ്യത്ത് നന്നാക്കി ഉറങ്ങിയാൽ ആ ഉറക്കം വലിയ ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്. ഒഴിവ് സമയങ്ങൾ ഇരിക്കുന്ന നേരത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെപ്പറ്റി മനസ്സിരുത്തി ചിന്തിച്ചാൽ ആ ചിന്തയും വലിയ ഇബാദത്താണ്. റബ്ബ് തആല തരുന്ന ഓരോരോ അനുഗ്രഹങ്ങളെപ്പറ്റി അവനവന്റെ ശരീരത്തിലും മറ്റുള്ള ആളുകളിലും പ്രാപഞ്ചിക ലോകത്തും വിസ്മയപ്പെടുത്തുന്ന ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിന്തിച്ചാൽ വലിയ ലാഭമാണ്. എന്നിട്ട് ഈ ദുനിയാവിൽ നല്ല സൂക്ഷ്മതയോടെ ജീവിക്കണം. സൂക്ഷിക്കണമെന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞപ്പോൾ 2 സംഗതികൾ പ്രത്യേകം സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ചുരുങ്ങിയ രീതിയിൽ എണ്ണി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫത്തഖുദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം. വത്തഖുൻ നിസാ, സ്ത്രീ സമൂഹത്തെയും സൂക്ഷിക്കണം. നമ്മുടെ കൂടെയുള്ള ഉമ്മമാര്, പെങ്ങന്മാര് അവരെ മുത്തഖീങ്ങളായ നിലക്ക് വളർത്തി പരിപോഷിപ്പിച്ചു കൊണ്ടുവരണം. വൃത്തികേടായ ഒരു സംഗതികളിലേക്കും അവരെ വിടരുത്. അതിന് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കരുത്. മുത്തഖീങ്ങളായ സ്വാലിഹാത്തുകളായി വളരാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കണം. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വളർത്തി വരണം. സ്ത്രീ സമൂഹത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിടത്ത് തങ്ങൾ ഒരു കാര്യം കൂടി കൂട്ടി പറഞ്ഞു, ശ്രദ്ധിക്കാതെ പോയാൽ ഏറ്റവും വലിയ അപകടകാരികൾ അവരിൽ നിന്ന് വരും. കാരണം ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല കാനത് ഫിന്നിസാ, ബനു ഇസ്രായീലരിൽ ആദ്യത്തെ ഫിത്ന ഇറങ്ങിയത് സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു. അവരെ നല്ലോണം സൂക്ഷിക്കാൻ നമ്മളോട് ഉണർത്തിയതാണ്. സൂക്ഷിക്കേണ്ട മേഖലകളിലൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പേടിച്ച് മാറി ഓടി നടക്കണമെന്നല്ല, അവരെ നന്നായി വളർത്തണം. നല്ല തഖ്വയിലായിട്ട് അവരെ വളർത്തണം. പെൺകുട്ടികളെ ആൺകുട്ടികളെക്കാൾ തഖ്വയിൽ വളർത്തണം. ഉപദേശങ്ങൾ കൊടുക്കണം. നല്ല നല്ല കാര്യങ്ങൾ പതിവാക്കണം. ഇടക്കിടക്കത് പരിശീലിപ്പിക്കണം. സന്തോഷത്തോടെ വളർത്തണം. ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിക്കണം. സ്നേഹങ്ങൾ കൈമാറണം. അറുപ്പുളവാക്കുന്നൊരു വാക്കും പറയരുത്. നല്ല സ്നേഹങ്ങൾ കൊടുക്കണം. കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ കൂടുതൽ സ്നേഹം പെൺകുട്ടികൾ കൊടുക്കണം എന്നുണ്ടല്ലോ ഒരു തത്വം. അങ്ങനെ ഉണ്ട്. പെൺകുട്ടികൾ ഇങ്ങനെ ജനിച്ച് വളരുമ്പോഴേക്കൊരു ബാധ്യതയായിട്ട് കാണുന്ന കാഴ്ചപ്പാടല്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ കാലം ജീവിച്ചത് 4 പെൺമക്കളോടൊപ്പമാണ്. ആ 4 പെൺകുട്ടികളോടും തങ്ങൾക്ക് വല്ലാത്ത വാത്സല്യവും സ്നേഹവുമായിരുന്നു. അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ, ഉപ്പാനെ കാണാൻ വേണ്ടി ഒന്ന് വരുമ്പോൾ ആ വീട്ടിൽ വല്ലാത്ത സന്തോഷമാണ്. അടുത്തിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും സ്നേഹത്തോടെ. 2 കാര്യങ്ങളല്ല, നമ്മൾ 2 കാര്യങ്ങൾ ചോദിക്കും. എന്താ 2 കാര്യം? സുഖല്ലേ? ഇനി എപ്പോഴാ പോകേണ്ടത്? കഴിഞ്ഞു, അതോടുകൂടെ അവസാനിച്ചു. അങ്ങനല്ല, ക്ഷേമൈശ്വര്യങ്ങളൊക്കെ അന്വേഷിക്കും. വീട്ടിലെ എല്ലാ വിവരങ്ങളും ചോദിക്കും. മക്കളെ അവസ്ഥകളൊക്കെ ചോദിക്കും. ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വരുന്നു എന്ന് തങ്ങൾ കാണുമ്പോഴേക്ക് വീട്ടുമുറ്റത്തിറങ്ങി നിൽക്കുന്ന ഹദീസിലുള്ളത്.
അത്രയൊക്കെ വലിയ സ്ഥാനം കൊടുക്കണോ? ഇസ്ലാമിലുള്ള സൂക്ഷ്മത അങ്ങനെയാണ്. അവരോടുള്ള സ്നേഹം, അവരാ രൂപത്തിൽ സ്നേഹിച്ചു വളർത്തേണ്ട ശ്രേഷ്ഠ വിഭാഗമാണ്. വെറുപ്പോടെ തള്ളേണ്ടവരല്ല. നല്ല ബഹുമാനം കൊടുത്ത് സ്നേഹത്തോടെ സംരക്ഷിക്കേണ്ട നല്ല സമൂഹത്തിലെ ഉത്തമ വിഭാഗമാണ് സഹോദരിമാർ. സ്നേഹവും ബഹുമാനവും തഖ്വയും വിശുദ്ധിയും നന്നായി കൊടുക്കണം. അതുകൊണ്ടാണല്ലോ പെൺകുട്ടികളെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തിയാൽ നാളെ സ്വർഗമുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആൺകുട്ടികൾക്കല്ല ഓഫർ പറഞ്ഞത്, പെൺകുട്ടികൾക്കാണ്. കാരണം സൂക്ഷിക്കാതിരുന്നാൽ പല മാർഗങ്ങളിലൂടെ അവർ പോകും. അപ്പോൾ നമുക്കത് അതിൻ്റെ വേദനയും ദുഃഖവും തീർത്താൽ തീരൂല. അപ്പോൾ നല്ല രൂപത്തിൽ അവരെ വളർത്തി പഠിപ്പിച്ച് സംസ്കാരങ്ങൾ കൊടുത്ത് ശിക്ഷണങ്ങൾ കൊടുത്ത് നല്ല റാഹത്തോടെ മുത്തഖീങ്ങളായി വളർത്തിക്കൊണ്ടുവന്നാൽ നരകത്തിൽ നിന്ന് വലിയ ഹിജാബാണ്, വലിയ മറയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വരുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് തങ്ങൾ പറയും, മർഹബം ബിബ്നതി മർഹബം ബിബ്നതി, എൻ്റെ മകൾക്ക് സ്വാഗതം, സന്തോഷം, സ്വാഗതം, സന്തോഷം. ഒരു വെൽക്കം പറയാണ്. മകൾക്ക് സ്വാഗതം, സന്തോഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വരുമ്പോൾ ആ കുട്ടിനെ അങ്ങോട്ട് വാങ്ങും. കയ്യിൽ പിടിച്ചിരിക്കുന്ന മോനെ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വാങ്ങും. എന്നിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് കയറാൻ പറയും. കയറി ഈ കുട്ടികളെങ്ങനെ മടിയിലിരുത്തി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ടടുത്തിരുത്തി തങ്ങളിങ്ങനെ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ അണച്ചുകൂട്ടി ചേർത്ത് പിടിച്ച് വിഷയങ്ങളൊക്കെ ചോദിക്കും. മകളോട് അങ്ങനെ അടുത്തിരുത്തുമ്പോൾ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നില്ല, ആർക്കും സംശയം തോന്നില്ല. സ്വന്തം മകളാ, സ്നേഹവും വാത്സല്യവും കൊടുക്കേണ്ട മകളാണ്. അവരോട് ആ സ്നേഹത്തോടെ നല്ല ബഹുമാനത്തോടെയുള്ള പെരുമാറ്റം. ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും തഖ്വ കണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മുത്തഖീങ്ങളായി മാറണം. അതിനാ നമ്മളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഒരു സ്ഥാനം എല്ലാവരും ചോദിക്കുന്നില്ലേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതാരും ചോദിക്കാത്തവരില്ല. പടച്ചോനെ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരണം. ആരായി മുത്തഖീങ്ങൾ? നേരെ അപ്പുറത്ത് എണ്ണിപ്പറഞ്ഞ സഹധർമ്മിണികളും സന്താനങ്ങളും സന്താന പരമ്പരയും അവർക്ക് ഞങ്ങളെ മാതൃകായോഗ്യരാക്കി മുന്നിൽ നിൽക്കാൻ പറ്റുന്നവരാക്കണം. അപ്പം നമ്മൾ അവരെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെ നല്ല മുത്തഖീങ്ങളായി മാറും. ബനു ഇസ്രായേലിൽ നിങ്ങൾ കണ്ടില്ല, ആദ്യത്തെ ഫിത്ന എന്ന് പറഞ്ഞാൽ ചെറിയ ഫിത്നല്ല. ശ്രദ്ധിക്കാതെ നിന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞൊരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പിലുള്ള ആളുകളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്, അന്യ സ്ത്രീകളിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് നോക്കാൻ പരിമിതപ്പെട്ട ആളുകളുണ്ട്, അംഗങ്ങളുണ്ട്, അവരെ നോക്കണം. അവർക്ക് നിങ്ങളിൽ നിന്ന് അല്ലാഹുത്തആല ഇണയാക്കി തരുന്ന, അല്ലാഹുത്തആല നിർദ്ദേശപ്രകാരം ഇണയാക്കി തരുന്ന ഇണകളുമായി നിങ്ങൾക്ക് സുഖിക്കാം, നിങ്ങൾക്ക് സല്ലപിക്കാം, സൗകര്യങ്ങളൊക്കെ നടത്താം. അതല്ലാത്ത അന്യ സ്ത്രീകൾ പോകുമ്പോൾ അവർ എത്ര തുറന്നിട്ടാണ് പോകുന്നതെങ്കിലും നിങ്ങൾ നോക്കരുത്, ആകർഷിക്കരുത്, കിന്നാരം പറയരുത്. അള്ളാഹുവിൻ്റെ അദാബ് വരും, നല്ലോണം ശ്രദ്ധിക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഓർമ്മപ്പെടുത്തി. 70,000 ആളുകളുണ്ടൊരു ക്യാമ്പിൽ. ആ ക്യാമ്പിൻ്റെ മുൻഭാഗത്തുകൂടെ ഒരു പെണ്ണ്, ആ പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ നല്ല തുടിപ്പുള്ള ഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചങ്ങനെ പോകുമ്പോ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ബാക്കിയുള്ളവരോട് ചോദിച്ചു, ഇപ്പൊ മൂസാ നബി ഇവിടെ ഒന്നുമില്ലല്ലോ, ഞാനൊന്ന് പോയി ആ പെണ്ണിനെ ആലിംഗനം ചെയ്താലോ? ആ പെണ്ണിനൊന്ന് ആലിംഗനം ചെയ്ത് ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചാലോ, ഒന്ന് ചുംബനം നടത്തിയാലോ? ബാക്കിയുള്ളവരാരും അരുത് എന്ന് പറഞ്ഞില്ല. പിടിച്ചു വെച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു അദാബ് സംഭവിക്കൂലായിരുന്നു. എല്ലാവരും മൗനം സമ്മതം എന്ന നിലക്ക് അതിന് സാക്ഷ്യം കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാരനങ്ങ് പോയി. ആ പെണ്ണിനെ വാരി പുണർന്നു. 70,000 വരുന്ന ജനസംഖ്യയെ പ്ലേഗ് രോഗം കൊടുത്ത് അല്ലാഹു നശിപ്പിച്ചു. ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല കാനത് ഫിന്നിസാ. നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ബാക്കിയുള്ളവർ പിടിച്ചു വെച്ചിരുന്നുവെങ്കിൽ, അത് നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്, നിയമത്തിനെതിരാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത്രയും തോന ആളുകൾക്ക് നല്ല രൂപത്തിലായി ജീവിച്ച് നല്ല നിലക്ക് മരിക്കാമായിരുന്നു. അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. നല്ല രൂപത്തിൽ അവരെ വളർത്തണം, നല്ല രൂപത്തിലായിട്ട് അവരെ കൊണ്ടു നടക്കണം. അനാവശ്യ രംഗങ്ങളിലേക്കൊന്നും വിട്ടുപോകരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
പഴയ കാലത്ത് റാഗിങ്ങുകളുടെ പേരിൽ ചെറുപ്പക്കാരെ കോളേജുകളിൽ നിന്നൊക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പം നേരെ തിരിച്ചതിൻ്റെ വാർത്ത വരുന്നു. റാഗിങ് നടത്തിയതിൻ്റെ പേരിൽ പെൺകുട്ടികളെ സസ്പെൻഡ് ചെയ്തു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ല നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ കുറ്റപ്പെടുത്തല്ല, നല്ല തഖ്വയിലായിട്ട് അവരെ വളർത്തണം. ഖുർആനോത്ത് ശീലിപ്പിച്ച്, ദിക്ർ പഠിപ്പിച്ച്, മഹദിമാരുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മഹദിയാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. എത്ര തഖ്വയോടെയാ ജീവിച്ചത്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മഹദിയാണ് സയ്യിദത്തുനാ ബീവി സൗദ റളിയല്ലാഹു അൻഹ. എത്ര ഒതുക്കത്തോടെയാ ജീവിച്ചത്, എത്ര പേടിയോടെയാ ജീവിച്ചത്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ എത്ര നല്ല സൗന്ദര്യവതികളാണ്. എന്നിട്ട് പുന്നാര തങ്ങൾക്ക് ശേഷവും 9 പേരും എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചു. ഉമ്മമാരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ജീവിച്ച ജീവിതകാലത്ത് ആയിഷ ബീവിൻ്റെ തഖ്വ നോക്ക് നിങ്ങൾ. ഇഷ്ടം പോലെ സമ്പത്ത് ആയിഷ ബീവിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 1 സെന്റ് ഭൂമി പോലും ആയിഷ ബീവി വാങ്ങിയില്ല. ആ ചെറിയ കുടിലിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവസാനം വരെ താമസിച്ചത്. ചെറിയ കുടിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളവും വീതിയും ഹദീസിലുണ്ട്. സഹോദരങ്ങളെ, 6 മുഴം നീളവും 9 മുഴം വീതിയുമുള്ള 6 മുഴം വീതിയും 9 മുഴം നീളവുമുള്ള ആ ചെറിയ കുടിലാണ് താമസിക്കുന്നത്. അവിടെ 3 ഖബറുകളുണ്ട്. എന്നിട്ടും ഒരു ചെറിയ റൂമിൽ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഴിഞ്ഞുകൂടാൻ കാരണം ദുനിയാവിൽ ഏറ്റവും അവർക്ക് സുഹുദ് പഠിപ്പിച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുള്ള കാലത്ത് തങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വത്ത് അല്ലാഹു നൽകിയിരുന്നു. എന്നിട്ടും തങ്ങൾ ഈ റൂമിലല്ലേ കഴിച്ചുകൂട്ടിയത്. 10 വർഷക്കാലം ജീവിച്ചത് ആ റൂമിലല്ലേ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും എനിക്കത് മതി. പിന്നെ കിട്ടുന്നത് എന്ത് ചെയ്തു? സാധുക്കൾക്ക് വിതരണം ചെയ്തു. ഒരു ദിവസം കിട്ടിയ സംഭാവനയാണ് മഹദിക്ക് 1,80,000 ദിർഹം. സുബ്ഹാനല്ലാഹ്, രാവിലെ ആരോന്ന് കൊണ്ടുവന്ന് കൊടുത്തതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കിട്ടിയ ഉടനെ തന്നെ തൻ്റെ വീട്ടിലെ വേലക്കാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, അയൽവക്കത്തുള്ള സഹോദരിമാരോട് വരാൻ പറയണം. സാധാരണ സംഭാവന വന്നാൽ വരുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ വിവരം അറിയിക്കണം. അവരൊക്കെ ആ വീട്ടുമുറ്റത്ത് വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് അങ്ങനെ സംഭാവന വാങ്ങിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെ വേലക്കാരി വന്ന് ചോദിക്കുന്നു, ഉമ്മ ഒരു 2 ദിർഹം തരുമോ? എന്തിനാ മോളെ 2 ദിർഹം? നിങ്ങൾക്ക് ഇന്ന് നോമ്പല്ലേ, ഞാൻ നല്ല റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് മാംസം വാങ്ങിക്കാനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നേരത്തെ പറഞ്ഞുകൂടായിരുന്നില്ലേ? കൊടുക്കാൻ തുടങ്ങിയപ്പോ എൻ്റെ മനസ്ഥിതി ഇത് മുഴുവനും അങ്ങ് പെട്ടെന്ന് 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 കൊടുത്ത് തീരണമെന്നാണ്. ഒരൊറ്റ ദിർഹമും ബാക്കിയില്ല. 1,80,000 ദിർഹം ഒരു ദിവസം കൊടുത്ത സ്വതക്കയാണ് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി. അങ്ങനെ ഓരോ ദിവസവും കൊടുത്തത് കൂട്ടി നോക്കുമ്പോ ലക്ഷങ്ങളല്ല കോടികളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചെലവിൽ തന്നെ മാസാമാസം സംഭാവന കിട്ടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് സാധു കുടുംബങ്ങൾ മദീനയിലുണ്ടായിരുന്നു. മഹദിയങ്ങ് വഫാത്തായപ്പോ ആ കുടുംബങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ജീവിതമാർഗം എവിടുന്നാണ്? അപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് എന്തിനാണ് ഇവർ കരയുന്നത്. മാസമാസം ജീവിക്കാനുള്ള തുക കൊടുത്തിരുന്നത് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലാണെന്ന് അല്ലാഹു ഖുർആനിൽ വ്യക്തമായി പറഞ്ഞില്ലേ? ഏറ്റവും നല്ല വിശുദ്ധ വനിതയാണെന്ന് അല്ലാഹു എടുത്തു പറഞ്ഞില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു തെറ്റും കുറ്റവും ചെയ്യാത്ത മഹൽ വ്യക്തിത്വമാണെന്ന് അല്ലാഹു എടുത്തു പറഞ്ഞില്ലേ? ഉലൈക മുബറഊന മിമ്മാ യഖൂലൂന ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം.
ആയിഷ റളിയല്ലാഹു അൻഹ ഒരു തെറ്റും കുറ്റവും ചെയ്യാത്ത ശ്രേഷ്ഠ വനിതയാണ്. അവർക്ക് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ദുനിയാവിൽ തഖ്വ ചെയ്ത് ജീവിക്കണം. സമ്പത്തിനെയും നല്ലോണം സൂക്ഷിക്കണം. ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും കാതലായ ഫിത്തിന സമ്പത്താണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വഴിക്ക് ശേഖരിക്കണം, നല്ല വഴിക്ക് ചെലവഴിക്കണം. എന്നാൽ നമ്മുടെ അയ്യുഹും അഹ്സനു അമല, ഏറ്റവും നല്ല നിലക്ക് പ്രവർത്തിച്ച, നല്ല ബുദ്ധിയോടെ ജീവിച്ച, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല സജീവമായി പ്രവർത്തിച്ച ആളുകളായി തീരും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.